श्रीकृष्ण त्वत्पदोपासनमभयतमं बद्धमित्यार्थदृष्टेः मर्त्यस्यार्थस्य मन्ये व्यपसरति भयं येन सर्वात्मनैव यत्तावत् त्वत्प्रणीतानिह भजनविधीन् आस्थितो मोहमार्गे धावन्नप्यावृताक्षः स्खलति न कुहचित् देवदेवाखिलात्मन् भूमन् कायेन वाचा मुहुरपि मनसा त्वद्बलप्रेरितात्मा यद्यत् कुर्वे समस्तं तदिह परतरे त्वय्यसावर्पयामि जात्यापीहश्वपाका स्वयि निहितमनः कर्मवागिन्द्रियार्थप्राणो विश्वं पुनीते न तु विमुखमनाः त्वत्पदाद्विप्रवर्यः। नमः परमर्षिभ्यो नमः परमर्षिभ्यां। हरि ओम्। उपासकानां यदुपासनीयम् उपात्तवासं वटशाखिमूले तद्धाम दाक्षिण्यजुषा स्वमूर्त्यां जागर्तु चित्ते मम बोधरूपम् अद्राक्षम् अक्षीणदयानिधानम् आचार्यमाद्यं वटमूलभागे मौनेन मन्दस्मितभूषितेन महर्षिलोकस्य तमोनुदन्तं विद्राविताशेषतमो गणेन मुद्राविशेषेण मुहुर्मुनीनां निरस्य मायां दयया विधत्ते देवो महान् तत्त्वमसीति बोधम् ममाद्यदेवो वटमूलवासी कृपाविशेषाकृतसन्निधानः ओङ्काररूपाम् उपदिश्य विद्याम् आविद्यगध्वान्तमपाकरोतु श्रुत्यर्थगोचरं वन्दे वाच्यार्थानामगोचरम् लक्ष्यार्थवपुषं वन्दे शङ्करं देशिकं गुरुम् अपार सच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनाम् सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयम्। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रम् राधासहायमतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि। यः कृत्वा विश्वरङ्गं रजनीयवनिकं प्रोज्ज्वलद्भानुदीपं शश्वत्सन्तुष्टसम्प्रेक्षकम् अखिलजगद्भ्रान्तिनाट्यं वितत्य कर्मौघोच्चण्डमार्दङ्गिकलयवशगान् वासनागानसक्तान् जीवच्छात्रान् मुकुन्दः स्वयमभिरमते क्रीडयन् सोऽस्तु भूत्यै। सत्यव्रतं सत्यपरं त्रिसत्यं सत्यस्य योनिं
നിഹിതം ച സത്യേൻ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹം. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരുഃ കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. നാരായണീയത്തിൻ്റെതല്ലാതെ ഉള്ള ഒരുപാട് ശ്ലോകങ്ങൾ ഭട്ടതിരിയുടേതായിട്ടുണ്ട്. വളരെ രസനാവൈഭവത്തോടുകൂടിയുള്ള ഒരു ശ്ലോകമാണ് ഒരു ശ്ലോകം മുമ്പ് ചൊല്ലിയത്. ഈ പ്രപഞ്ചം ഭഗവാന്റെ സ്വരൂപമാണ്. വിശ്വം എന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ ആദ്യത്തെ നാമം കൊണ്ട് തന്നെ എല്ലാം പറഞ്ഞു. വിശ്വം എന്ന് വെച്ചാൽ ലോകം, വേൾഡ്, യൂണിവേഴ്സ് എന്ത് വേണമെങ്കിൽ പറഞ്ഞു. ഇതിങ്ങനെ കാണുന്നത് തന്നെ വിഷ്ണുവാണെന്നാണ്. ഇപ്പോ വിഷ്ണു സഹസ്രനാമത്തിൽ വിശ്വസ്മൈ നമഃ, വിഷ്ണവേ നമഃ എന്ന് രണ്ടായിട്ട് പിരിച്ചെടുക്കാം. അല്ലെങ്കിൽ വിശ്വം വിഷ്ണു എന്നെടുക്കാം. ഈ വിശ്വം തന്നെ വിഷ്ണുവാണെന്നാണ്. വിശ്വം എന്നുള്ള ശബ്ദം, അതിന്റെ വ്യുത്പത്തി, ആ പദം, അതിന്റെ വ്യുത്പത്തി, എറ്റിമോളജി ഉപനിഷത്ത് എന്നാണ്. വിശ് എന്ന് വെച്ചാൽ പ്രവേശനം, പ്രവേശിക്കുക. ആരെവിടെ പ്രവേശിച്ചു എന്ന് വെച്ചാൽ തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത് തദനുപ്രവിശ്യ സച്ഛത്യക്ഷാഭവത് നിരുക്തഞ്ചാനിരുക്തഞ്ച നിലയനഞ്ചാനിലയനഞ്ച വിജ്ഞാനഞ്ചാവിജ്ഞാനഞ്ച സത്യഞ്ചാനൃതഞ്ച സത്യമഭവത് തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് ഭഗവാൻ അതിലേക്ക് പ്രവേശിച്ചു. പ്രവേശിച്ചിട്ട് എല്ലാമായിട്ട് തീർന്നു എന്നാണ്. നല്ലതും ചീത്തയും ഗുണവും ദോഷവും യുക്തിയുക്തവും യുക്തിയില്ലാത്തതും നിരൂപണം ചെയ്യാൻ പറ്റുന്നതും നിരൂപണം ചെയ്യാൻ പറ്റാത്തതും സുന്ദരമായിട്ടുള്ളതും ഭംഗിയില്ലാത്തതും ആരോഗ്യവും വ്യാധിയും ഗുണവും ദോഷവും എല്ലാമായിട്ട് തീർന്നു അത്രയും. അങ്ങനെ ഇതം ഹി വിശ്വം ഭഗവാൻ. ഭഗവാൻ നാരദൻ വ്യാസന് ഭാഗവതം ഉപദേശിക്കുമ്പോൾ പറഞ്ഞു, ഹേ വ്യാസരെ, ആരംഭപടിയിൽ മനുഷ്യൻ അജ്ഞാനിയായിട്ടിരിക്കുമ്പോൾ ഞാനെന്നും പ്രപഞ്ചമെന്നും രണ്ടു തോന്നും. അതേപോലെ ഞാനെന്നും ഈശ്വരനെന്നും രണ്ടു തോന്നും. നമുക്ക് അങ്ങനെയൊക്കെ ആവുമ്പോഴാണല്ലോ ഭക്തി ആണ് നമ്മളുടെ ധാരണ. ഹരിനാമകീർത്തനകാരൻ പറഞ്ഞു, ഞാനെന്നും ഈശ്വരനെന്നും പിളർന്ന അളവ്, പിളർന്നു എന്നാണ്. അദ്വയമായി ജ്ഞാനം പിളർന്ന അളവ് ജ്ഞാനദ്വയങ്ങൾ, ഞാനെന്നും ഈശ്വരനും. എന്തുകൊണ്ടാ ജ്ഞാനദ്വയം വന്നു എന്ന് വെച്ചാൽ മഹാമോഹം നിമിത്തം. മോഹമാണ്, അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട് ഭഗവാനെ എങ്ങനെ തോന്നുന്നു. അത് പോകും പ്രകാരം, അത് ഇല്ലാതാക്കുന്ന വഴി ചേതസ്സിലാക്ക ഹരിനാരായണായ നമഃ. എന്റെ ചിത്തത്തില് മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവർക്ക് തത്പ്രാണദേഹവും അനിത്യം കളത്രധനം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമഃ. ഞാനും എന്റെ ഈ ജീവഭാവം അഖണ്ഡമായ സച്ചിദാനന്ദമായ ഭഗവാനും രണ്ടാണെന്നുള്ള ഭ്രമം ഉള്ളുന്നു പോകുന്ന വിധത്തിലുള്ള ഒരു ഉപദേശം, മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ജനനമറ്റീടുമെന്നവനു നാരായണായ നമ. മുക്തിക്ക് തക്കതായിട്ടുള്ള ഒരു ഉപദേശം എനിക്ക് തരുമോ എന്നാണ്. അപ്പോ ഈ വിശ്വത്തിനെ ഭഗവാൻ സൃഷ്ടിച്ചു. ഇപ്പൊ നമ്മൾ ഭട്ടതിരിക്ക് വരികയാണെങ്കിൽ അത്യദ്ഭുതമായൊരു ശ്ലോകം.
ഇവിടെ വ്യാഖ്യാന വനമാലയിൽ പറയണത് മഗ്നം മഹാമോഹമയേ എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള സമർപ്പണ പദ്യമുള്ളപ്പോൾ വിഭക്തി ഉറപ്പിച്ചതിന് ഉദാഹരണമായി ഭട്ടതിരിയുടെ പേരിൽ പതിഞ്ഞിട്ടുള്ള ഈ പദ്യം സ്വന്തം ശിഷ്യന്മാർക്ക് വേണ്ടി രചിച്ചതാണ്. ഈ കൃഷ്ണോ രക്ഷതുമാം ചരാചര ഗുരുഹു എന്നുള്ള പ്രസിദ്ധമായ ശ്ലോകം. അത് കഴിഞ്ഞ് ഭട്ടതിരി ഗുരുവായൂരിൽ താമസിക്കുന്ന കാലത്ത് പുന്നത്തൂർ കോട്ടയിൽ കളി കാണുവാനായി കൂട്ടുകാർ വിളിച്ചപ്പോൾ ചൊല്ലിയതാണ് ഈ ശ്ലോകം. അതായത് കഥകളി മറ്റോ കാണാനായിട്ട് വിളിച്ചപ്പോ ലോകജീവിതത്തിനെ തന്നെ ഒരു നാടകമായി കൽപ്പിച്ച് രചിച്ച ഒരു ശ്ലോകം. ഈ പ്രപഞ്ചം തന്നെയാണ് ഒരു കൂത്തരങ്ങ്. ആ കൂത്തരങ്ങിനെ ചിത്രീകരിച്ചിരിക്കുകയാണ് യഹാ കൃത്വാ വിശ്വരംഗം. ആ ഭഗവാൻ വിശ്വമാവുന്ന ഈ സ്റ്റേജ് ഉണ്ടാക്കിയെന്നാണ്, ഈ രംഗം, ഈ മണ്ഡപം. യഹ് കൃത്വാ വിശ്വരംഗം. ആദ്യം ഈ സ്ക്രീൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുമല്ലോ അല്ലേ? കഥകളിയില് യവനിക ജവനിക എന്ന് രണ്ടും പറയാം. സംസ്കൃതത്തില് അതിന് യവനിക എന്ന് മലയാളത്തിലും ജവനിക എന്ന് ഭാഗവതത്തിൽ ജവനിക എന്ന് പ്രയോഗമുണ്ട്, യവനിക എന്നും ഉണ്ട് സംസ്കൃതത്തിൽ. അപ്പൊ ഈ ജവനികയും യവനികയും അവിടെ ഇവിടെ മാറും. ഭാഷയില് പലയിടത്തും യാ ജാവാവും. ഇപ്പൊ നമ്മള് യോഗ എന്ന് പറയും, യോഗ, യോഗം, യോഗ. ബംഗാളികള് പറയും ജോഗോ എന്ന് പറയും. അപ്പൊ നമ്മൾ അവരെ കുറ്റം പറയും. നമ്മൾ പറയും ഇവരെന്ത് യാ ഒക്കെ ജാ ആക്കണത് എന്ന് പറയും. അതുപോലെ ധാരാളം പദങ്ങളെ അവർ മാറ്റും. ഇത് എവിടുന്ന് വന്നു എന്ന് വെച്ചാൽ ശുക്ലയജുർവേദത്തില് യസ്മാത് എന്ന് വരുന്ന സ്ഥലത്തൊക്കെ ജസ്മാത് എന്ന് വരും. എവിടെയൊക്കെ നമുക്കിവിടെ വേദത്തില് കൃഷ്ണയജുർവേദത്തിൽ ഇങ്ങടേക്ക് യസ്മാത് എന്ന് എങ്ങനെ വരണോ അവിടെയൊക്കെ ജസ്മാത് എന്ന് വരും. അപ്പൊ അതിനൊരു പ്രമാണം ഉണ്ട് എന്നർത്ഥം. വേദത്തിൽ തന്നെ അതിനൊരു പ്രമാണമുണ്ട്. യകാരം ജകാരമായിട്ട് മാറുകയാണ്. അപ്പോ എന്തായാലും പോട്ടെ, അതല്ല വിഷയം. യഹ കൃത്വാ വിശ്വരംഗം. ഈ ഭഗവാൻ ഈ വിശ്വമാവുന്ന രംഗം ചമച്ചു. അവിടെ ഒരു സ്ക്രീൻ, ഈ കഥകളിക്ക് സ്ക്രീൻ പിടിച്ച് ചിലപ്പോൾ ആ സ്ക്രീൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉറങ്ങിപ്പോകും. 1.5 മണിക്കൂർ പാട്ട് പാടുകയും പാട്ട് കേൾക്കാൻ ഉത്സാഹമില്ലെങ്കിൽ ആ യവനിക എടുക്കുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോകും. അപ്പോ യഹ് കൃത്വാ വിശ്വരംഗം രജനി യവനികം. രാത്രിയാകുന്ന സ്ക്രീന്, അതിന് പ്രോജ്വലത് ഭാനുദീപം. ആ സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ നല്ല വിളക്ക് കൊളുത്തിയിട്ട്, കഥകളിയിലൊക്കെ നല്ല വലിയ വലിയ വിളക്ക് വെക്കുമല്ലോ, അതുപോലെ ഈ വിശ്വരംഗത്തിൽ സൂര്യനാകുന്ന ദീപം കൊളുത്തി ശശ്വത് സന്തുഷ്ട സംപ്രേക്ഷകം. അതൊക്കെ കാണുന്നവരൊക്കെ വളരെ സന്തോഷമായിട്ട് ആ കഥകളി കണ്ട് രസിക്കുകയാണ്. എന്താ ഈ നാടകം എന്താണെന്ന് വെച്ചാൽ അഖില ജഗത്, ഈ ജഗത്ത് മുഴുവൻ അവന്റെ നാടകമാണ്. ഇപ്പൊ ആ നാടകത്തിനൊരു വിശേഷണം കൊടുത്തു. എന്ത് നാടകമാണ്? സബ്ജക്ട്, വിഷയം എന്താ? ഭ്രാന്തിനാട്യം വിദഗ്ധ. മൊത്തത്തിൽ തലയ്ക്ക് സുഖമില്ലാത്ത ആളുകളുടെ ഒരു കൂത്തരങ്ങുന്നു. മൊത്തത്തില് എല്ലാരെയും കൂടെ ഇടാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ നമ്മളുടെ കയ്യില്. അപ്പോ മൊത്തത്തില് ഭ്രാന്തിനാട്യം വിതത്യ കർമ്മൗഗോച്ചണ്ട മാർദ്ദന്തിക ലയ. മൃദംഗം വേണമല്ലോ നമുക്കിവിടെ. എന്താ തിബിലയോ? എന്താ വായിക്കുക കഥകളിക്ക്? ചെണ്ടയാണ്. ചെണ്ടേനല്ലേ? മദ്ദളുണ്ട്. അപ്പൊ ഇവിടെ മദ്ദളം എന്ന് പറയാം, മൃദംഗമല്ല. മൃദംഗം എന്ന് വെച്ചാൽ മൃദുവായിട്ടുള്ളതാണ്, അത് കുറച്ചുകൂടെ ബലമായിട്ട്. അപ്പൊ ഇവിടെ മാർദ്ദംഗിക ലയം എന്താന്ന് വെച്ചാല് അവനവന്റെ കർമ്മം, പ്രാരബ്ധ കർമ്മം, അതും കൊണ്ടുവന്നിട്ടാണ് കൊഴുപ്പ് കൂട്ടുകയാണ്. ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ നട വായിച്ചുകൊണ്ട് വരുന്ന എട്ടയിൽ അങ്ങനെ മൃദംഗം ബലമായിട്ട് വായിക്കണ പോലെ നമ്മുടെ ജീവിതത്തിലും സൗഖ്യമായിട്ട് ഇരുന്നതാത്തോ. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പെട്ടെന്ന് അങ്ങോട്ട് തനിയാവർത്തനം തുടങ്ങി. ജീവിതത്തിലുള്ള കർമ്മത്തിന്റെ പോക്കാണ്, ഗതിയാണ്. അപ്പോ
ബലമായിട്ടുള്ള കർമ്മോഗോച്ഛണ്ഡ മാർദ്ദന്തിക ലയവശകാന് വാസനാഗാൻ. പാട്ടുകാർ കേമന്മാരാണ്. ആരാ പാടുന്നത് വെച്ചാൽ നമ്മുടെ വാസന. അത് പാടുന്ന പാട്ടിനൊക്കെയാണ് ഈ കൂത്ത് നടക്കുന്നത്. വാസന പാട്ടും കർമ്മം മൃദംഗവും ഒക്കെ ആയിട്ട് വാസനാഗാനസക്താന് ജീവഛാത്രാന്. ഈ ജീവന്മാരാണെങ്കിൽ ശരിക്കും കളിക്കാനൊട്ട് അറിയൂല. ഇപ്പൊ വന്ന പിള്ളേരാണേ. ഇതിനകത്ത് എങ്ങനെയാ ഇപ്പൊ കളി നടത്തുക എന്നൊന്നും അറിയില്ല. ജീവഛാത്രാൻ മുകുന്ദ സ്വയം അഭിരമത്തെ. ഭഗവാൻ തന്നെ എല്ലാമായിട്ട് തീർന്നിട്ട്, എല്ലാമായിട്ട് തീർന്നിട്ട് ക്രീഡയൻ സോസ്തു ഭൂത്യേ. എല്ലാരെയും കളിപ്പിക്കുകയാണ്. പക്ഷെ അവസാനം നോക്കുമ്പോൾ അവൻ തന്നെയാണ് കളിക്കണത്. ക്രീഡയൻ സഹ അസ്തു ഭൂത്യൈ. അവൻ നമുക്ക് മംഗളത്തിനായിട്ട് തീരട്ടെ എന്ന് ഒരു ശ്ലോകം. എന്തായാലും ഭട്ടതിരി നാരായണീയമല്ലാതെ ധാരാളം പ്രബന്ധകാവ്യങ്ങൾ ഭട്ടതിരിയുടെ പേരിൽ ഉണ്ട്. ഈ ചാക്യാർകൂത്തിലൊക്കെ ധാരാളം എടുക്കും ഭട്ടതിരിയുടെ പ്രബന്ധ കീർത്തികൾ. അതില് ശൂർപ്പണക വിലാപമൊക്കെ വരും. ഈ മൂക്ക് പോയ ശൂർപ്പണക. മൂക്ക് പോയി കഴിഞ്ഞാല് ചില മൂക്കുകൊണ്ട് പ്രയോഗിക്കേണ്ട വാക്കുകളൊന്നും കിട്ടാത്ത ശൂർപ്പണക. അങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു രസികത്വം അത്രയാണ്. ഇങ്ങനെ എന്തായാലും നമ്മൾ ഇന്നലെ എവിടെയാ നിർത്തിയ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലേ? രണ്ടാമത്തെ ശ്ലോകം. അപ്പോ ആദ്യത്തെ ശ്ലോകം എന്താ? സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. മഹാഭാഗ്യമാണ് നമുക്ക് ഈ ഭാരതദേശത്തിൽ ജനിച്ചത്. ഭാരതഭൂജയോ വരം. ഒരു 30-35 വർഷം മുമ്പ് പാലക്കാടിൽ ഒരിക്കൽ ദയാനന്ദ സരസ്വതി സ്വാമിയുടെ ഒരു പ്രഭാഷണം ഒരു പ്രാവശ്യം ഞാനത് കേട്ടിട്ടുള്ളൂ. അന്ന് പോയ സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഞാൻ ദുബായിലേക്ക് പോയി. അന്നത്തെ ദുബായ്. അപ്പോൾ ഒരു 40 വർഷം മുമ്പുള്ള ദുബായില് മരവും ചെടിയൊന്നുമില്ല. ഇപ്പോഴൊക്കെ അവിടെ ധാരാളം വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ദുബായിൽ പോയി. അപ്പോൾ ഇവരൊക്കെ ആദ്യം പയോനീഴ്സാണ്. അവിടെ പോയി സത്സംഗമൊക്കെ ഒക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ പല സ്ഥലത്തും ടോക്സ് ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ വീടുകളിൽ ചെറിയ റൂമാണ്. അവിടെ പ്രഭാഷണം നടക്കും. അപ്പൊ ഒരു ഭക്തൻ പറഞ്ഞു, സ്വാമിജി വി വിൽ ഹാവ് എ സ്പിരിച്വൽ പിക്നിക് എന്ന് പറഞ്ഞു. എന്താ സ്പിരിച്വൽ പിക്നിക്? ഇവിടുന്ന് കുറച്ചു ദൂരം ഒരു വിശേഷപ്പെട്ട സ്ഥലമുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഇന്നത്തെ പ്രഭാഷണ സത്സംഗം ചെയ്യാം. അപ്പൊ സ്വാമിജി ചോദിച്ചു, അവിടെ എന്താ വിശേഷം ചോദിച്ചു. അവിടെ there is a tree. അവിടെ ഒരു മരം ഉണ്ടെന്ന് പറഞ്ഞത്ര. എന്നുവെച്ചാൽ അപ്പൊ അതേ ഉള്ളൂ, അവിടെ ഒരു മരം ഉണ്ടെന്ന്. അപ്പൊ സ്വാമിജി ഈ കർമ്മം പുണ്യം പാപം എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞതാണ്. ബിക്കോസ് ഓഫ് യുവർ പുണ്യം യു ആർ ബോൺ ഇൻ കേരള. ബിക്കോസ് ഓഫ് യുവർ പാപം യു ആർ ഹിയർ. പുണ്യം പാപം ചോദിച്ചതിന്. അപ്പോ എന്തോ ഒരു വലിയ ധന്യത, ഭാഗ്യം കൊണ്ട് ഈ ഭാരതദേശത്തില് ജനിച്ചു.
പക്ഷെ ഈ ഭാരതദേശത്തിൽ ജനിച്ച എത്ര പേർക്ക് അതിന്റെ വില അറിയും പറയൂ? ഇവിടെയാണോ ഗുരുവായൂരപ്പനുള്ളതെന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയാ? അപ്പൊ ഈ ഭാരതദേശത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഭഗവാൻ അനുഗ്രഹിച്ചു. നമ്മളുടെ അന്തര്യാമി നമ്മളെ അനുഗ്രഹിക്കണ്ടേ? നമ്മളുടെ വിവേകം നമ്മളെ അനുഗ്രഹിക്കണ്ടേ? ഇവിടെ ജനിച്ചാലും തണ്ടലർ മണ്ടുകം എന്ന് പറയും തമിഴില്. അതായത് താമര ഇലയ്ക്ക് ചുവട്ടിലുള്ള തവള. അതുപോലെ ആയിത്തീർന്ന എന്ത് ചെയ്യും? ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഇരുന്നാലും പുല്ലുവെട്ടി കിടക്കുന്ന പട്ടി പോലെ മറ്റുള്ളവരെ തീറ്റിക്കൂല, പശുവിനെ ഒട്ട് തീറ്റിക്കൂല, താൻ തിന്നൂല്ല എന്ന് പറഞ്ഞുള്ള സ്ഥിതിയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ എവിടെ ഇരിക്കണു, ഏതൊരു പരമ്പരയിൽ വന്നിരിക്കുന്നു, ഏതൊരു സമ്പ്രദായത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള ഒരു അഭിമാനമാണ്, സാത്വികമായ അഭിമാനം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ശാസ്ത്രീയമായ പൗരുഷം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ശാസ്ത്രീയമായ ഒരു അഭിമാനം വേണം. ആ ശാസ്ത്രീയമായ അഭിമാനം ഉണ്ടെങ്കിലേ എനർജി ഉണ്ടാവുള്ളൂ എന്തെങ്കിലുമൊക്കെ സാധന ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അതിനുള്ള എനർജി ഉണ്ടാവില്ല. ഈ ഭാരതദേശത്തിൽ ജനിച്ചു, ഇത്രയധികം സത്സംഗവും മഹാപുരുഷ സമ്പർക്കവും സദ്ഗ്രന്ഥങ്ങളും ദിവ്യമായ നദികളും ദിവ്യമായ ഗ്രന്ഥങ്ങളും ഒക്കെയുള്ള ഈ മഹത്തരമായ ഈ ദേശം, ഈ പുണ്യഭൂമി. ഒരാൾ ചോദിച്ചു ഉടനെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ദേശങ്ങളൊക്കെ പുണ്യഭൂമിയല്ല. അത് അവര് പറയട്ടെ, നിശ്ചയമായിട്ട് അവര് പറയണം. കാരണം നമുക്കറിയാം ഭൂമി മുഴുവൻ ദിവ്യമാണ്. എത്ര വിശ്വംഭവത്യേകനീടം, അതവരും പറയട്ടെ. ഓരോരുത്തർക്കും അവരവരുടെ അമ്മയും അച്ഛനും. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. രാമൻ പറഞ്ഞു ലങ്കയിൽ നിന്ന് പുറപ്പെടുമ്പോ അഭിസ്വർണമയീ ലങ്കാ നമേ ലക്ഷ്മണ രോചത്തെ, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. സ്വർണമയമാണ് ലങ്കയെങ്കിൽ ലക്ഷ്മണ, എനിക്ക് രുചി തോന്നണില്ല, പെറ്റ മാതാവും ജന്മഭൂമിയും സ്വർഗത്തിനേക്കാളും ശ്രേഷ്ഠമാണ്. അപ്പൊ അവിടെ നമുക്ക് ഈ ദേശത്തിന്റെ സ്പെഷ്യാലിറ്റി, ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇതിനൊരു വൈഭവമുണ്ട്. ഇന്ന് ലോകത്തിൽ കാണുന്ന അധ്യാത്മത്തിന് മുഴുവൻ ഏകദേശ ഉറവിടം എവിടെയാണ്? 1-2 മതങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെ ഉറവിടം എവിടെയാണ്? മഹാപുരുഷന്മാരെ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ദേശം. പരമഭക്തന്മാര് ഭാഗവതന്മാരെ കുറിച്ച് സമ്പുഷ്ടമാണ് ഈ ദേശം. സാന്ദ്ര ആനന്ദ അവബോധ സ്വരൂപമായ ഭഗവാൻ ഇവിടെ പ്രകാശിക്കുന്നു. അതാണ് ഭട്ടതിരി ഇന്നലെ പറഞ്ഞു, ഭഗവാനെ ഞാൻ ഈ ദേശത്തിൽ ജനിച്ചു, ഈ നദികളിലെ ജലം കുടിച്ചു, ഇവിടുത്തെ ദേവതകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, ഈ സംസ്കാരം സമ്പ്രദായം എനിക്കറിയാം, എന്നെ തള്ളിക്കളയരുത്. തിരുവടി ശരണം എന്ന് ഇരുന്നേൻ എന്നൊരു പാട്ടുണ്ട്, ഗോപാലകൃഷ്ണ ഭാരതി പാട്ട്. അതില് ഒരു ലൈൻ വരും, അടുത്ത് വന്ന എന്നെ തള്ളലാഹാതു. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി, ഞാനിപ്പോ അടുത്ത് വരെ എത്തിയിരിക്കണം, ഇനി തള്ളിക്കളയരുതെന്ന്. കാരണം പടി കയറി കയറി മുകളിലെത്തിയിട്ട് തള്ളിവിട്ടാൽ ഒരുപാട് വേദനിക്കും, ഫ്രാക്ചർ ആവും. നിലത്ത് കിടക്കുന്ന ആൾക്ക് ഒരു പ്രശ്നമില്ല, ശയാനഹ പതത്യധ. ചുവട്ട് കിടക്കുന്ന ആള് വീഴൊന്നുമില്ലല്ലോ, ഇവിടെ കിടന്നാലേ വീഴുള്ളൂ, അവിടെ കിടന്നാൽ വീഴില്ല. അതുകൊണ്ട് ഓൾറെഡി അവിടെയാണ്, ഇനിയൊന്നും താഴാൻ പറ്റില്ല. അപ്പോ ഇനി എന്നെ തള്ളിക്കളയരുത് ഭഗവാനെ എന്നാണ്. തള്ളലാഹാത്, എന്നെ തള്ളിക്കളയരുതെന്ന്. അതാണ് ഭട്ടതിരിയും പറഞ്ഞത്, ഹാ മാമപി ഏതദ് അന്തർഭവമപി ച വിഭോ
കിഞ്ചിദഞ്ജദ്രസം ത്വയി ആശാപാശൈർനിബധ്യ ഭ്രമയന ഭഗവൻ പൂരയത്വൻ നിഷേവാം. എനിക്ക് സാധന ചെയ്യാനുള്ള ശക്തി തരൂന്ന് ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്ന പ്രാർത്ഥന അതാണ്. ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് ഭഗവത് ഭജനം ചെയ്യാനുള്ള ശക്തി തരും. ഇനി എത്ര കാലം ലൈഫ് ഉണ്ട് എന്നറിയില്ല, ഡ്യൂറേഷൻ. ആ ടൈമില് രാവിലെ മുതൽ രാത്രി വരെ അങ്ങനെ മരണപര്യന്തം ഈ ശരീരം ആരോഗ്യമായിട്ട് ഇരിക്കണം. എന്തിനാ ആരോഗ്യമായിട്ട് ഇരിക്കണത് എന്ന് വെച്ചാൽ ഭഗവത് ആരാധനയ്ക്കായിട്ട്. എന്താ ശ്ലോക നാരായണീയത്തിലത്? ദേഹാഭിമാനത്തിനെ എടുത്തുകളയൂ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. ഇനിയിപ്പോ എനിക്കതിന് യോഗ്യത ഇല്ലെങ്കിൽ ഈ ശരീരത്തിന് ആരോഗ്യം തന്ന് ഭക്തിയെ ദൃഢമാക്കൂ എന്ന് പ്രാർത്ഥിച്ചു. അതിന് അടുത്ത ശ്ലോകം ക്വിസ് പറഞ്ഞു നോക്കണം അല്ലേ? പറഞ്ഞു നോക്കിയ എന്താ അടുത്ത ശ്ലോകം? ഹി ഹി മേ ദേഹമോഹം ത്യജ പവന പുരാധീശ. പുസ്തകം തുറന്നു നോക്കുന്നു. യത് പ്രേമഹേതോ ഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാഃ ത്വത്പദം വിസ്മരന്തി സോയം വന്നേ ശൃണോ വാ പരമിത പരതഃ സാമ്പ്രതം ച അക്ഷികർണത്വജിഹ്വാദ്യാഃ വികർഷന്തി അവശം അത ഇതഃ കോപിനസ്ത്വത്പദാബ്ജേ. കോപിനത്വത്പദാബ്ജേ. പിന്നെ ദുർവാരോ ദേഹമോഹോ യദി പുനരധുനാ തർഹി നിശേഷ രോഗാൻ ഹൃത്വാ ഭക്തിം ദൃഢിഷ്ടാം ഗുരു തവ പദ പങ്കേരുഹേ പങ്കജാക്ഷ. നൂനം നാനാഭവാന്തെ സമധിഗതമിതം മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേ ഹാ ഹന്ത വിഷയരസേ മാമാക്ഷിപ പാഹി മാം മാരുതേശ. ദുർവാരഃ ദേഹമോഹഃ ചേത്. ദേഹമോഹം എടുക്കണമെങ്കിൽ ജ്ഞാനവിചാരം ചെയ്യണം, വിവേകം വേണം, വൈരാഗ്യം വേണം, ശമാധിശക്ക സമ്പത്തികൾ വേണം, മുമുക്ഷുത്വം വേണം. ഇതോടുകൂടെ ഞാൻ ദേഹമല്ല എന്ന് നല്ലവണ്ണം വിചാരം ചെയ്ത് അറിയണം. അത്രയൊക്കെ ബുദ്ധിക്ക് ബലം പോരാ ഭഗവാനെ. പല സ്ഥലത്തും ഭട്ടതിരിയുടെ ഒരു കംപ്ലൈന്റ് ആണത്. സാധാരണ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് ബുദ്ധിക്ക് ബലം പോരാതെയൊന്നും അല്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ് അത്തരത്തിൽ വിചാരം ചെയ്യാനുള്ള ശക്തി പോരാ. അങ്ങനെയാണെങ്കിൽ ഈ വേണ്ട ഈ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ കാരണം ശരീരത്തിൽ മനസ്സ് വരണു. സ്ഥിരൈഹി അംഗൈഹി തുഷ്ടുവാംസസ്തനൂഭിഹി വ്യശേമ ദേവഹിതയ്യദായുഹു. നല്ല ശരീരം ബലമായിട്ട് ഇരുന്ന് ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ബാക്കിയുള്ള സമയം കഴിക്കട്ടെ. ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമ അക്ഷവിര്യജത്രാഃ സ്ഥിരൈഃ അംഗൈഃ തുഷ്ടുവാംസഃ തനൂഭിഃ ത്വാം തുഷ്ടുവാംസഃ വ്യശേമ ദേവഹിതയ്യദായുഹു. അപ്പോ നല്ല ആരോഗ്യമായിട്ടിരിക്കട്ടെ. എന്തിനാ ഈ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് വെച്ചാൽ ഭഗവാനെ ആരാധിക്കാനാണ്. വയസ്സാവുമ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഭഗവത് ആരാധനയാണ്. ചിലപ്പോൾ ചില വയസ്സായ ആളുകൾക്കൊക്കെ ആരോഗ്യം കൂടിയാൽ വീട്ടിലുള്ള ആളുകളുടെ ആരോഗ്യമൊക്കെ കുറയും, ഭംഗിപ്പോവും. ഒരു വയസ്സായ ആൾക്ക് വളരെ ഇന്റൻസ് ആയിട്ട് ഡയബറ്റീസ് ആയി, അദ്ദേഹം മരിക്കേണ്ട സ്ഥിതിയായി. അതിനിടെ കൂടെ അൽഷിമേഴ്സ് വന്നു. ഒരു പ്രത്യേക ഫിനോമിനനാണ്, പ്രതിഭാസം. മറന്നുപോയല്ല. അത് കഴിഞ്ഞപ്പോ 2-3 കേസുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയണ ചിലരുണ്ട്. ഇതിപ്പോ ഒരാൾ പറഞ്ഞ കഥയാണ്. ഷുഗർ വന്നപ്പോ
ജിലേബിക്ക് പഞ്ചസാര തൊട്ട് കൂട്ടിയാലും ഷുഗർ ഇല്ല. ഈ അൽഷിമർസ് വന്നപ്പോ അപ്പൊ പകുതി ശരീരം ഓർമ്മയിലാണേ. ഒക്കെ മറന്നുപോയപ്പോ ഡയബറ്റീസ് കാണാതായി. ചെറിയ ചില കേസുകളിലുള്ള ഫിനോമിനാണ്. അപ്പൊ അയാൾ പറഞ്ഞു, സ്വാമി ഹോപ്പ് പോയി. എന്താന്ന് വെച്ചാ എന്താ ആരോഗ്യം, നല്ല ഫലമായി, ഇനിയിപ്പോ നമ്മളുടെ കാര്യമാണ് ബുദ്ധിമുട്ടാവണമെന്നാണ്. അപ്പൊ ചിലർക്ക് നല്ല ബലം വരുമ്പോ ബാക്കിയുള്ള അപ്പൊ ആ ബലം ഭഗവതാരാധനയ്ക്കാണ്. ദുർവാരോ ദേഹമോഹോ യതി പുനരധുന തർഹി നിശേഷ രോഗാൻ ഹൃത്വ. ഭഗവാനെ മനസ്സിൽ ഈ ശരീരത്തിന്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയിട്ട് ഭക്തിം ദൃഢിഷ്ഠാം കുരു, എനിക്ക് ഭക്തി തരൂ എന്നാണ്. നോക്കൂ, പ്രായോഗികമായ ഒരുപാട് പ്രാർത്ഥനകൾ ഭട്ടതിരി ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ചില വ്യാധികളൊക്കെ വരും. അപ്പൊ വ്യാധി വന്നാലും ഭഗവാനെ ആരാധന ചെയ്യണം. നമുക്ക് അത്ര കണ്ട് ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ, ഇപ്പൊ രാമകൃഷ്ണ പരമഹംസർക്ക് ക്യാൻസർ പ്രബലമായിട്ട് വന്നിട്ട് ആ സമയത്തും ആ ഭക്തന്മാര് ചുറ്റും നിന്ന് ആനന്ദകൂത്തായിരുന്നു. വേദനയൊക്കെ ഉണ്ട്, എങ്കിലും ആനന്ദമായിരുന്നു. ഭഗവത് വിഷയമൊക്കെ പറഞ്ഞ് സമാധിസ്ഥിതിയിൽ ഇരുന്നു കൊണ്ടൊക്കെ ആയിരുന്നു. അപ്പോ അത്രയൊക്കെ ഈ ഭഗവത് ഭക്തി ശരീരാഭിമാനത്തിനേക്കാളും മേലെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനെ നിൽക്കില്ല. പ്രഭൂതാധി വ്യാധി പ്രസഭ ചലിതേ മാമക ഹൃദി. പ്രഭൂതാധി വ്യാധി പ്രസഭ ചലിതേ മാമക ഹൃദി. വ്യാധിയുമുണ്ട്, ആധിയുണ്ട്. ശരീരത്തിന് വ്യാധി, മനസ്സിലെ ആങ്സൈറ്റി, പല പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് മനസ്സ് ദുർബലമാണ് ഭഗവാനെ. അങ്ങനെ ഇരിക്കുമ്പോ ത്വദീയം തദ്രൂപം പരമരസ ചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ച ഗളിത ബഹു ഹർഷാശ്രുനിവഹ യഥാ വിസ്മര്യാസം ദുരുപശമ പീഡാ പരിഭവാൻ. ഗുരുവായൂരപ്പ, ഈ ശരീരവ്യാധി പ്രാരബ്ധമാണ്, അത് മാറില്ല എന്നാണ് അങ്ങ് പറയുന്നതെങ്കിൽ ഒരു പ്രാർത്ഥന. എന്താ പ്രാർത്ഥന എന്ന് വെച്ചാൽ, ആധിവ്യാധി കൊണ്ട് എന്റെ മനസ്സ് വളരെ വളരെ വീക്കാണ്, ദുർബലമാണ്. അതില് മാമക ഹൃദി, എന്റെ ഹൃദയത്തില് ത്വദീയം തദ്രൂപം, അവിടുത്തെ ആ രൂപം. ഏത് രൂപം? പരമരസചിദ്രൂപം. ആ പരമരസസ്വരൂപമായ ചിദ്രൂപം എന്റെ ഉള്ളിൽ ഉദിക്കട്ടെ. എന്താന്ന് വെച്ചാൽ മനസ്സിന് ബലമില്ലാത്തത് കൊണ്ട് മാനസിക കൽപ്പനാരൂപങ്ങളൊന്നും പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. മനസ്സിന് ബലമില്ല, അതുകൊണ്ട് മാനസിക കൽപ്പനാരൂപങ്ങൾ നിൽക്കില്ല. മനസ്സിനും സാക്ഷിയായിട്ടിരിക്കുന്ന ആ ചിത്ത്, ആ ചൈതന്യം, ആ ബോധം, അത് ഉള്ളിൽ പ്രകാശിക്കട്ടെ എന്നാണ്. ഈ വശത്ത് വേദനയും കഷ്ടങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ഗുരുവായൂരപ്പ എന്റെ ഹൃദയത്തില് പരമരസ ചിദ്രൂപമുദിയാത്. സാധാരണ രസമല്ല, ശാന്തിയാകുന്ന രസം, ചിദ്രസം. ചിതിഹി തത്പദ ലക്ഷ്യാർത്ഥ ചിദേക രസരൂപിണി. തത്പദ ലക്ഷ്യാർത്ഥ, തത്വമസി എന്നുള്ള മഹാവാക്യത്തിലുള്ള തത്പദത്തിന്റെ ലക്ഷ്യാർത്ഥം, ഇംപ്ലൈഡ് മീനിങ്, അതിന്റെ വാസ്തവമായ അർത്ഥം, അനുഭൂതി രൂപമായ അർത്ഥം, സാന്ദ്രാനന്ദ അവബോധം എന്ന അർത്ഥം, അതെന്റെ ഉള്ളിൽ ഉദിക്കട്ടെ ഭഗവാനെ. ആനന്ദ അവബോധം എന്റെ ഉള്ളിൽ ഉദിക്കട്ടെ. ആനന്ദസ്വരൂപമായ ചൈതന്യത്തിന്റെ ആ ധ്യാനം, സമാധി എന്റെ ഉള്ളിൽ കലഞ്ഞു പോവാതിരിക്കട്ടെ, ഭംഗം വരാതിരിക്കട്ടെ. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖമൊക്കെ വരുമ്പോഴും പരമാത്മാ സമാഹിത എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞുവല്ലോ. അതുപോലെ ശീതോഷ്ണ സുഖദുഃഖാദികളൊക്കെ വരുമ്പോഴും പരമരസ ചിദ്രൂപമുദി. ഇതൊക്കെ പ്രാർത്ഥനയാണ്. നമുക്ക് ഭഗവാനോട് പറയാവുന്നതാണ്. ഭഗവാനെ, എനിക്ക് ശരീരത്തിന് വയ്യാതെ കിടക്കുമ്പോഴും, അതിനാണ് ഈ ഭാഗവതത്തില് ആരംഭത്തിൽ തന്നെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരൻ, ആ ഭീഷ്മർ നടത്തുന്ന ഒരു സ്തുതിയാണ്. നമ്മൾ നോക്കൂ, ഒരു മെഡിറ്റേഷൻ റൂം ഗുരുവായൂരപ്പന്റെ ഒരു നല്ല പഞ്ചലോഹ വിഗ്രഹം വാങ്ങിച്ചു, AC മെഡിറ്റേഷൻ റൂമിലിട്ടു, ഇരിക്കാൻ നല്ല സീറ്റ്, ഇടുപ്പ് വേദന ഇല്ലാതെ ഇരിക്കാനായിട്ടുള്ള സീറ്റൊക്കെ അറേഞ്ച് ചെയ്തു.
എന്നിട്ട് ഭഗവാനെ പൂജിക്കാൻ വേണ്ടതൊക്കെ ചെയ്തു, ധ്യാനിക്കാൻ വേണ്ടതൊക്കെ ചെയ്തു. ധ്യാനം സമയം കിട്ടുന്നില്ല. അതാണ് തലേ ബാക്കിയൊക്കെ നടന്നു, പണമുണ്ട്, ഒക്കെ ചെയ്തു, പക്ഷെ ഇരിക്കാൻ വയ്യ. നേരെ മറിച്ച് ശരശയ്യയിൽ കിടന്നുകൊണ്ട് യോഗി ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭീഷ്മ മേലെ ഓരോ ഇഞ്ചും അമ്പ് കുത്തിക്കയറുകയാണ്, വേദനയാണ്. നമുക്കിത് മനസ്സിലാവും അല്ലേ? എത്ര പേര് ആശുപത്രിയിലൊക്കെ അങ്ങനെ കിടക്കണം. അപ്പൊ ഈ പരമരസ ചിദ്രൂപം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ ചിദ്രൂപം ഉദിയാതെന്ന് വെച്ചാൽ മനുഷ്യപ്രയത്നം കൊണ്ട് സാധിക്കില്ല. ഒരു മഹാപുരുഷ സമ്പർക്കം വന്ന് ആ ജ്ഞാനപ്രകാശം, രാമകൃഷ്ണ പരമഹംസർ പല ശിഷ്യന്മാരോടും പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടും. ഒരമ്മ യോഗിൻ എന്നാണ് അവർക്ക് പേര്, യോഗിനി മാത. ആ അമ്മ നല്ല കൃഷ്ണഭക്തയായിരുന്നു, ഒരുപാട് തപസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രാരബ്ധം ചിലപ്പോൾ വിചിത്രമാണ്. ഈ ഭരതന്റെ കഥ പോലെ അവർക്കൊരു പേരക്കുട്ടിയൊക്കെ ഉണ്ടായി ഒക്കെ കഴിഞ്ഞപ്പോ അവര് ചെറുപ്പത്തിൽ തന്നെ വിധവയായവരൊക്കെയാണ്, നല്ല തപസ്വിനിയായി ജീവിച്ചു. പക്ഷെ അവർക്ക് അവരുടെ സ്വന്തത്തിൽ ആരുടെയോ കുട്ടിയോ എന്തോ അതിനോട് ഒട്ടിപ്പിടിച്ചു, മനസ്സ് ചഞ്ചലമായി. അത് വിടാനും വയ്യ. ഇതിന്റെ ഓർമ്മ വല്ലാതെ വിഷമിച്ചുകൊണ്ട് രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ എനിക്ക് എന്തു പറ്റി? ഞാൻ വിചാരിച്ചിട്ട് മനസ്സ് നിൽക്കണില്ല, മനസ്സ് ഇങ്ങനെ അതിൽ പോവുകയാണ്, ധ്യാനത്തിൽ നിൽക്കുന്നില്ല. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഇത് നിന്റെ പ്രാരബ്ധമാണ്, ഇത് ഏതോ ഒരു പൂർവ്വ കർമ്മ ഫലം ഈ രീതിയിൽ വന്ന് ചഞ്ചലപ്പെടുത്തണം. പക്ഷെ പേടിക്കണ്ട, മരിക്കണ സമയത്ത് നീ സമാധി സ്ഥിതിയിലിരുന്ന് ശരീരം വിടും. അങ്ങനെ ആശീർവദിച്ചു. ഈ ജീവിതം മുഴുവനൊക്കെ ഭഗവത് ധ്യാനം ചെയ്ത് അവസാനമാകുമ്പോൾ അത് വിട്ടുപോയാൽ വലിയ വിഷമാണ്. നമ്മുടെ ഭഗവാൻ അക്ഷരമണമാലയിൽ ഒരു പാട്ടുണ്ട്, വിട്ടിടർ കഷ്ടമാം. ഭഗവാനെ അവിടുത്തെ സ്മരണം ഞാൻ ഉള്ളുകൊണ്ട് വിട്ടുകളഞ്ഞുണ്ടല്ലോ, അത് ഭയങ്കര ദുഃഖമായിട്ട് തീരും, ഭയങ്കരമായിട്ട് തീരും. ഇവിടെയൊക്കെയാണ് ഭയങ്കരം പ്രയോഗിക്കേണ്ടത് അല്ലേ? നമ്മള് മലയാളത്തിൽ ഭയങ്കര സൗന്ദര്യം എന്നൊക്കെയാണ് പറയുന്നത്, ഇവിടെയൊക്കെയാണ് ഭയങ്കര. അപ്പോ വിട്ടിടർ കഷ്ടമാം വിട്ടിടാതുനെ, ഭഗവാനെ വിടാതെ അരുൾ വിട്ടിടാതുനെ ഉയർ വിട്ടിട അരുൾ പുരി അരുണാചലം. ഭഗവത് സ്മരണം ഉള്ളിൽ നിന്ന് വിട്ടുപോവാതെ ശരീരം ഉപേക്ഷിക്കണമെന്ന്. ഭഗവത് സ്മൃതി ഹൃദയത്തിൽ ഉണ്ടാവണം. യമഭടന്മാരൊന്നും കണ്ട് ഭയപ്പെടരുത്. ഈ വ്യാധികളും ആദികളും ഒക്കെയാണ് അവരെ. അതിഭീഷണ കടുഭാഷണ യമകിങ്കര പടലി കൃതതാടന പരിപീഡന മരണാഗമ സമയേ ഉമയാ സഹ മമ ചേതസി യമശാസന നിവസൻ ഹരശങ്കര ശിവശങ്കര ഹരമേ ഹര ദുരിതം. അതിഭീഷണ, അവരെ കണ്ടാൽ ഒന്നും രണ്ടും ഒക്കെ കഴിയും. അതാണ് അവസാനം സംഭവിക്കുന്നത്, പേടിച്ചിട്ട്. അതിഭീഷണ, നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു തോട്ട് വന്നാൽ മതി, ആ ലോകത്തിലാണ് ഇരിക്കുന്നത്. കടുഭാഷണ, സോഫ്റ്റ് ആയിട്ടൊന്നും പറയില്ല. എക്സ്ക്യൂസ് മീ സാർ, ഇറ്റ് ഈസ് ടൈം ദാറ്റ് വി ഷുഡ് ഗോ, ആർ യു റെഡി, ഇങ്ങനെയൊന്നും ചോദിക്കില്ല. നിങ്ങൾ ആരാണ്, ഈ ലോകത്തിൽ എത്ര ബഹുമാന്യനാണെന്നൊന്നും അവര് നോക്കില്ല. അവർക്ക് നല്ല ചോയ്സസ്റ്റ് വേർഡ്സ് ഉണ്ട് എന്നാണ് പറയണത്. കട്ടുഭാഷൺ. ആ വിളിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത്തിരി മര്യാദയാവാട്ടോ, നല്ല കുടുംബത്തിൽ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല എന്നാണ്. കടുഭാഷണ്. യമകിങ്കര പടലി, അത് ഒന്നും രണ്ടും ആളുകളൊന്നും അല്ല എന്നാണ്. അവരിങ്ങനെ വന്ന് നിൽക്കും എന്ന് വെച്ചാൽ പല വിധത്തിലുള്ള ദുഃഖം. ഇതൊക്കെ ഭയപ്പെടുത്താൻ വേണ്ടി പറയല്ല കേട്ടോ, പക്ഷെ ഇതൊക്കെ നമുക്ക് കുറച്ച് ഭയം ഉണ്ടാവണം. വയസ്സാവുമ്പോ ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ വരുന്നു പറഞ്ഞാലാണ് ഇപ്പൊ ഒത്തിരി ഒരു ഉത്സാഹം വരിക നമുക്ക് അതിൽ. അതാണ്. അപ്പോ അങ്ങനെ
ഭഗവാനെ വിടാതെ, ആ സ്മരണ ഉള്ളിൽ നിന്ന് വിട്ടുപോവാതിരിക്കണം ഭഗവാനെ. പരമരസചിദ്രൂപമുദിയാത്. അപ്പൊ ആ ചിദ്രൂപമാണെങ്കിൽ വിട്ടുപോവില്ല. ചൈതന്യം നോക്കൂ. എനിക്കറിയുന്ന ഒരു ഭക്തൻ, ഞാൻ എപ്പോഴും താമസിക്കുന്ന ഒരു വീട്ടിലെ ഒരു ഭക്തന്റെ അച്ഛൻ രമണ മഹർഷിയുടെ വലിയ ഭക്തനായിരുന്നു. അപ്പൊ ഈ കുട്ടികള്, അവരുടെ 5 മക്കള്, അവരൊക്കെ വളരെ അച്ഛനോട് വളരെ ബഹുമാനമാണ്. അപ്പൊ അതിലൊരു മകനാണ് പറഞ്ഞതിന്. അപ്പൊ ഈ ശരീരത്തിന് തീവ്രവ്യാധി, ക്യാൻസർ, വളരെ പെയിൻഫുൾ ക്യാൻസർ. ആ വിഷമത്തിലിരിക്കും. അതാണ് പ്രഭൂതവ്യാധി. അതിരിക്കുമ്പോ അവസാന കാലത്ത് നമുക്കറിയാം എല്ലാ സയൻസ് കൊണ്ടും അതുകൊണ്ടും ഒക്കെ തരുന്ന ഹെൽപ്പൊക്കെ വളരെ വളരെ മിനിമമാണ്, ലിമിറ്റഡാണ്. ആവുന്നത്ര സഹായമൊക്കെ മെഡിക്കൽ സയൻസ് കൊണ്ട് ചെയ്തു തരും. പക്ഷെ അപ്പോഴും നമുക്ക് അതിനെയും കടന്ന് വേദന നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ മകൻ അടുത്ത് ചെന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ആ അച്ഛൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇത്ര ശാന്തിയോടുകൂടെ ഞാൻ ജീവിച്ചിട്ടില്ല. അത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും പറയും, ഉള്ളിലൊരു വെളിച്ചമേ ഉള്ളൂ എന്നാണ്. ഇത് നമുക്ക് വല്ല യുക്തിക്ക് പിടികിട്ടുവോ, ശാസ്ത്രത്തിന് പിടികിട്ടുവോ? ഒന്നുമില്ല. ഇതാണ് പരമരസ ചിദ്രൂപമുദിയാത്. മാനസികമായിട്ട് പറ്റില്ല. മാനസികമായ ചിത്തവൃത്തികൾ, മൈൻഡ് വളരെ ലിമിറ്റ്. അപ്പോഴാണ് നമുക്കറിയാം മൈൻഡിന്റെ ലിമിറ്റേഷൻ. മനസ്സുമല്ല, മൈൻഡിനും അപ്പുറം, മനസ്സിനും അപ്പുറമുള്ള ആ മഹാവൈഭവം, ആ വിഭൂതിയുടെ പ്രകാശം അതെനിക്ക് തന്ന ഞാൻ രക്ഷപ്പെട്ടു എന്നാണ്. പരമരസ ചിദ്രൂപമുദിയാത്. ആ ചിദ്രൂപമുള്ളിൽ ഉദിച്ചിട്ട് ആ ഞാൻ എന്നെ മറന്ന്, വിസ്മര്യാസം, ഈ ശരീരത്തിന് മറന്ന് ഞാൻ ഇരിക്കുമാറാകണം. ഉദഞ്ചദ്രോമാഞ്ജഹ. ആ ശരീരം വയ്യാതെ, രാമകൃഷ്ണദേവന്റെ ഗോസ്പൽ ഓഫ് രാമകൃഷ്ണ വചനാമൃതം ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഡോക്ടർ സർക്കാർ അവസാനം ചികിത്സിക്കുമ്പോ പറയും, ശരീരത്തിന് തീവ്ര വേദന. പെട്ടെന്ന് അദ്ദേഹം സമാധിസ്ഥനായി, ശരീരമൊക്കെ രോമാഞ്ചം ഉണ്ടായി. അങ്ങനെ കണ്ണിലൊക്കെ കണ്ണീര് നിറഞ്ഞ്, ആനന്ദാശ്രുക്കൾ നിറഞ്ഞൊക്കെ ഇരിക്കും ആ സമയത്ത്. ത്വദീയം തദ്രൂപം പരമരസ ചിദ്രൂപമുദിയാത് ഉദഞ്ചത് രോമാഞ്ചഹ. അങ്ങനെ രോമാഞ്ചം ഉണ്ടായി. ഗളിത ബഹു ഹർഷാശ്രു, ആനന്ദാശ്രു. ഈ വ്യാധിയുമൊക്കെ വരുമ്പോഴേ ഗളിത ബഹു ഹർഷാശ്രുനിവഹ. അങ്ങനെ ആ ആനന്ദത്തില് യഥാ വിസ്മര്യാസം, ഈ ശരീരവേദനയെ ഞാൻ മറന്ന്. എങ്ങനെയുള്ള ശരീരവേദന? ദുരുപശമ പീഡാ പരിഭവാൻ. ശമിക്കാത്ത പീഡയാണെങ്കിൽ, ശമിക്കുന്ന പീഡയാണെങ്കിൽ ഇത്തിരി ശമിപ്പിച്ചു നോക്കാം. ശമിക്കാത്തത്, ചില വ്യാധികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോകുന്ന വ്യാധിയല്ല. സാധ്യം, കൃച്ഛ്രസാധ്യം, അസാധ്യം എന്ന് പറയും. 3 തരത്തിലാണ് വ്യാധി. ചില വ്യാധികള് സാധ്യമാണ്, ഭേദാക്കാൻ പറ്റും. ചിലത് കൃച്ഛ്രസാധ്യമാണ്. ഇത്തിരി വിഷമിച്ച് മരുന്നുകൊണ്ടും മറ്റും മനുഷ്യ പ്രയത്നം കൊണ്ടും വ്യക്തിയുടെ പ്രയത്നം കൊണ്ടും വൈദ്യന്റെ മിടുക്കുകൊണ്ടും നമ്മളുടെ എല്ലാം കൊണ്ടും നമ്മളുടെ പുണ്യകർമ്മം കൊണ്ടും ഒക്കെ ചിലപ്പോൾ ഫലിക്കും. ചിലത് അസാധ്യമാണ്. അപ്പൊ അതാണ് ദുരുപശമ പീഡയാണെങ്കിൽ, അത് ഉപശമിക്കാത്ത പീഡയാണെങ്കിൽ, അടക്കാനാവാത്ത രോഗപീഡയാണെങ്കിൽ അതിനെ അങ്ങോട്ട്, ആ ശരീരത്തിനെ അങ്ങോട്ട് മറന്നു കളയാം. അതിനെ അങ്ങോട്ട് വിട്ടുകളഞ്ഞിട്ട് പരമരസചിദ്രൂപമുദിയാത് അമേയം അനാമയം എന്ന് പറയും. ആ മണ്ഡലത്തിന് അനാമയം എന്നാണ്. ആമയത്തിന് തൊടാൻ കഴിയാത്ത മണ്ഡലം, വ്യാധിക്ക് തൊടാൻ കഴിയാത്തതായ ആ മണ്ഡലത്തിൽ കയറിയിരുന്നു. ആ മണ്ഡലത്തില്, ശരീരവ്യാധിക്ക് സ്പർശിക്കാൻ കഴിയാത്തതായ ആ മണ്ഡലത്തില് ഞാൻ ഭഗവത് ധ്യാനത്തിന്റെ ആനന്ദത്തിൽ കണ്ണിൽ കണ്ണീരോടുകൂടെ, രോമാഞ്ചത്തോടുകൂടെ ഈ പീഡയൊക്കെ മറന്നിരിക്കുന്ന ആ ഒരു അനുഗ്രഹം എനിക്ക് ഭഗവാനെ ചെയ്യും.
അതുകൊണ്ട് ഭഗവാനെ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ചെയ്യൂ. ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു, ഹന്തഭാഗ്യം. അതിനെ ഇനിയിപ്പോ ശരീരം ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ ആരാധിക്കണം. അല്ലാതെ വീട് തീ പിടിച്ച ശേഷം കിണർ കുഴിക്കാൻ പുറപ്പെടരുത്. അപ്പോ കടപ്പാറ എടുത്തോണ്ട് പോയാൽ ശരിയാവില്ല. സന്ദീപ്തേ ഭവനേതു കൂപകലനം പ്രത്യുദ്യമഃ കീദൃശഃ. അതുകൊണ്ട് എന്റെ പീഡ പോകണം, അപ്പോഴേ വിശ്വത്തിന്റെ പീഡയും പോവുള്ളൂ. വിശ്വപീഡാപഹത്യൈ. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് ആ ധ്യാനം എന്റെ ഉള്ളിൽ വരട്ടെ, ഭഗവാന്റെ അലൗകികമായ ദിവ്യരൂപം ഹൃദയത്തിൽ വരട്ടെ. ക്രമേണ ശുദ്ധ ചൈതന്യ സ്ഫൂർത്തി. ആരംഭത്തിൽ പറഞ്ഞു സത്വം യത്തത്പരാഭ്യാമപരികലനതഃ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശഃ ശ്രൂയത്തെ. വ്യാസവാക്യം തത്സ്വച്ഛത്വാദ് യദ് ആച്ഛാദിത പരസുഖചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തെ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. എന്തു പദപ്രയോഗം, വേറെവിടെയും കാണില്ല. സത്വം തത് പരാഭ്യാമപരികലനതഃ. രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും കലരാത്ത സത്വം അങ്ങനെ ഒന്നുമില്ല. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു ഈ മൂന്നും കൂടി മിക്സറാണ് എല്ലായിടത്തും. ഈ സത്വം എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ അതൊരു ഗുണമല്ല, ശരിക്കും പരമാർത്ഥമായിട്ട് സത്വമാണത്. എക്സിസ്റ്റൻസ് ആണ്, അസ്തിത്വമാണ്. അതില് ഇത്തിരി രജസ് കലക്കുമ്പോൾ അല്പം പൊടി, രജസ് എന്ന് വെച്ചാൽ പൊടി എന്ന് വെച്ചാൽ പൊടി എന്താ, സംശയം, ജീവഭാവം, അഭിമാനത്തിന്റെ, ദ്വൈതത്തിന്റെ ഇത്തിരി ഒരു ലേശം അതിലേക്ക് ചേരുമ്പോഴാണ് സത്വഗുണമാവുന്നത്. ഇത്രയും കൂടി ആ രജസ് കലർന്നു കഴിഞ്ഞാൽ അത് രജോ ഗുണമിശ്രിതമായ സത്വഗുണമായിട്ട് തീരും. നോക്കൂ, ആദ്യത്തെ സത്വഗുണം എന്ന് പറയുന്നത് തന്നെ രജസോട് കൂടെ ചേർന്നതാണ്. കുറച്ചും കൂടെ രജസ് മിക്സ് ആയാൽ രജോ ഗുണമിശ്രിതമായ സത്വഗുണമായിട്ട് തീരും. കുറച്ചും കൂടെ രജസ് വന്നു കഴിഞ്ഞാൽ അത് രജോ ഗുണമായിട്ട് തീരും. പിന്നെ തമോ ഗുണം അതിൽ മിക്സ് ആയി കഴിഞ്ഞാൽ രജോ ഗുണം തമോ മിശ്രമാവും, പിന്നെ തമസ് മാത്രമാവും. ക്രിയേഷന്റെ ലെവലാണത്. ശുദ്ധ ചൈതന്യത്തിൽ നിന്നും അങ്ങനെ അത് ഇവോൾവായി ജഡം, പ്രകൃതി, ലോകമായിട്ട് തീരുന്നതാണ് തമസ്. അതേ പ്രോസസ്സാണ് നമ്മളുടെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ശുദ്ധ ചൈതന്യത്തിൽ സൃഷ്ടിയേ ഇല്ല. അതിൽ ചെറിയ ഒരു ജീവഭാവം വന്നു, ഞാനെന്ന് ഒരു വൃത്തി. പിന്നെ ആ വൃത്തിയോടുകൂടെ രാഗദ്വേഷം വന്നു. അതിന് ബലം കൂടിക്കഴിഞ്ഞാൽ അത് സത്വഗുണത്തിൽ നിന്ന് രജോ ഗുണമായി. എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെ എങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ആയി. ആ ആഗ്രഹങ്ങൾ ഇത്തിരിയും കൂടെ ബലം വെച്ച് കഴിഞ്ഞാൽ പുറത്തത് വസ്തുക്കളായിട്ടും വ്യക്തികളായിട്ടും പല പല സംഭവങ്ങളായിട്ടും ഒക്കെ മാറും. നമ്മളുടെ മുമ്പിൽ സൃഷ്ടിയായിട്ട് മാറും. അപ്പൊ ഉള്ളിലുള്ള നിശ്ചലമായ ബോധം ദ്വൈതത്തിനെ അംഗീകരിച്ച് സ്വയം തന്നെ വെളിയിലേക്ക് തുപ്പുകയാണ്. അപ്പോഴാണ് അത് രജോ ഗുണമായിട്ടും തമോ ഗുണമായിട്ടും ഒക്കെ പല പല പദാർത്ഥങ്ങളായി രാഗദ്വേഷ സങ്കുലമായി ജഗത്തായി മുമ്പിൽ കാണപ്പെടുന്നത്. ഇപ്പൊ രജോ ഗുണവും തമോ ഗുണവും കലരാത്ത സത്വം എന്ന് പറയുമ്പോൾ ആ ശുദ്ധസത്വമാണ് ഭഗവാന്റെ രൂപം. സത്വം യത് തത് പരാഭ്യാം അപരികലനതഃ, മറ്റൊന്നുകൊണ്ടും ചേരാതെ നിർമ്മലം. രാവിലെ എണീറ്റ് ഭഗവാനെ നിർമാല്യം ചെയ്യണ്ടല്ലോ അല്ലെ, ഗുരുവായൂരപ്പനെ. ആ നിർമാല്യ ദർശനം. ഭഗവാൻ നഗ്നനായിട്ട് നിൽക്കുന്നതാണ്. ആദ്യം അഭിഷേകം ചെയ്യുമ്പോൾ ഭഗവാനെ നിർമ്മലായിട്ട് നിർത്താം.
ദിഗംബരൻ. ആ ദിഗംബരനാണ് ചിദംബരം. അവിടെ ഒന്നും ഒരു കവറിങ്ങും ഇല്ല, ഒന്നുമില്ല. ഒരിക്കൽ ഞാനും ഗുരുവായൂരപ്പനും കൂടെ ശണ്ടയായി. ഗുരുവായൂരിന്ന് പ്രഭാഷണത്തിന് വിളിച്ചു. കുറെ വർഷങ്ങൾക്ക് മുമ്പാട്ടോ. പ്രഭാഷണത്തിന് അവിടെ പോയപ്പോ അമ്പലത്തിൽ നിന്നാണ് വിളിച്ചത്. അപ്പൊ ഭഗവാനെ ഒന്ന് പോയി കാണണം, സന്നിധിയിൽ പോയിട്ട്. അവിടെ ചുറ്റും ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ ഓരോരോ വിധത്തിൽ പെരുമാറും. ഇന്നത്തിരി തിരക്കാണ്. അമ്പലത്തിൽ നിന്ന് വിളിച്ചാൽ നമ്മൾ വിചാരിച്ചു ആ സമയത്ത് ഒരു ദർശനത്തിന് സൗകര്യം ഉണ്ടാവും എന്ന് വിചാരിച്ചു. നടന്നില്ല. രാഷ്ട്രീയക്കാരോ ആരൊക്കെയോ ഉള്ളിൽ പോണതും കണ്ടു. ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞു, ഞാൻ ഇനി വരില്ല, ഇനിയിപ്പോ വന്ന് വിളിച്ചാലേ വരുള്ളൂ. അങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മുടെ കണ്ണനുണ്ടല്ലോ, ഇപ്പോഴും ഗുരുവായൂർ പോയി എനിക്ക് കണ്ണനെ പേടിയാ. കാരണം പുറത്ത് പ്രദക്ഷിണം ചെയ്തിട്ട് വരാന്ന് വിചാരിച്ച കണ്ണൻ അവിടെ ഉണ്ടാവും, കൂട്ടിക്കൊണ്ടു പോവാം പറഞ്ഞിട്ട്. അപ്പൊ കണ്ണൻ എന്തോ ആവേശം കയറിയ പോലെ വന്നിട്ട് ഗുരുവായൂർ പ്രഭാഷണം വയ്ക്കണം, ഗുരുവായൂർ പ്രഭാഷണം വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഈ കണ്ണൻ ഇങ്ങനെ പുറകെ നടക്കണതൊക്കെ ആ കണ്ണനാണ് ഓർമ്മ വരണം. നമ്മൾ ചണ്ട കൂടിയിട്ട് വന്നതാണല്ലോ. അപ്പൊ ഇങ്ങനെ പുറകെ നോക്കാട്ടോ നോക്കാന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ വലിയ ഏർപ്പാടാക്കി. ചെയർമാൻ മുതൽ വിളക്ക് പിടിക്കുന്ന ആളുകൾ വരെ എല്ലാരും കൂടെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് അവിടെ റീജൻസിയിൽ ഒരു സ്വാഗതമൊക്കെ ഏർപ്പാടാക്കി. നമ്മളെ സ്വാഗതമൊക്കെ ചെയ്ത് ഇതൊന്നും അതിന് ശേഷം നടന്നിട്ടില്ല, അതാണ് രസം. അതിനുശേഷം അപ്പൊ ഒക്കെ ഏർപ്പാടാക്കി അവിടെ പ്രഭാഷണത്തിന് കണ്ണൻ ഏർപ്പാടൊക്കെ ആക്കി പോയി. അപ്പോ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഒരു സ്വഭാവം, പ്രകൃതി. അപ്പൊ അവിടെ പോയപ്പോ ആ സ്വാഗത പ്രസംഗത്തിൽ ഈ ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പൂർവാശ്രമ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അതെ ഗുരുവായൂരപ്പനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ ഈ ലോകത്തിലുള്ള എല്ലാ നല്ലതും ഗുരുവായൂരപ്പന് വേണം, വലിയ ആഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു. ആരോ ഒരു നല്ല ഉദ്യാനം ഗുരുവായൂരപ്പൻ ഉണ്ടാക്കി കൊണ്ടുവന്നു. നല്ല കാണാൻ ആരും കണ്ടാ മോഹിക്കും, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ. അതാണ് അതിന്റെ ചമത്കാരം. ആരും കണ്ടാ മോഹിക്കും, പ്രത്യേകിച്ച് ഗുരു. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഉദ്യാനം ഉണ്ടാക്കിയിട്ട് ഗുരുവായൂരപ്പന് കൊണ്ടുവന്നു. അപ്പോ മേശാന്തി പറഞ്ഞു, ഇപ്പോ ഗുരുവായൂരപ്പന് ഉദ്യാനം അണിയിച്ചിട്ടുണ്ട്, നാളെ നോക്കിയിട്ട് അണിയിക്കാട്ടോ. അപ്പൊ ഇന്ന് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അത്രേ. അപ്പൊ ആ ഉദ്യാനം കൊണ്ടുപോയി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കൊണ്ടുപോയി കാണിച്ചപ്പോ അപ്പൊ തന്നെ ഇടുപ്പിലുള്ള ഉദ്യാനം അഴിഞ്ഞങ്ങോട്ട് വീണു. നിർത്തിയില്ലല്ലോ, അതിന്റെ കൊളുത്തങ്ങോട്ട് വിട്ടും പോയി, വേറെ വഴിയില്ല. അപ്പൊ ഈ ഉദ്യാനം ചാർത്തി കൊടുത്തു. ഇത് അദ്ദേഹം കഥ പറഞ്ഞതാണ്. നമ്മൾ ഈ ജന്മനാ വിരക്തനാണേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ സന്നിധിയിൽ പോകുമ്പോ ഒരു കൗപീനത്തോടുകൂടെ മാത്രം സ്വാമി, അത് രസം എന്താന്ന് വെച്ചാൽ രാവിലെ വാഗച്ചാർത്തു മുതൽക്ക് രാത്രി അവസാനത്തെ പൂജ വരെ എല്ലാം തൊഴിച്ചു. നമുക്ക് മതി എന്നാവുന്ന വരയ്ക്കും ഉച്ചയ്ക്ക് ഇടയ്ക്ക് എല്ലാം തൊഴിച്ചു. അപ്പൊ അതോടെ ഞാൻ ആക്ച്വലി തീരുമാനിച്ചു, ഇനിയിപ്പോ ഉള്ളിൽ പോണെന്നേ ഇല്ല, എനിക്ക് വെളിയിൽ നിന്ന് ഈ കൊടിമരത്തിന്റെ അവിടെ നിന്ന് ദർശിച്ചാൽ മതി എന്നാണ്. അപ്പോ അവിടെ ചെല്ലുമ്പോ കൗപീനം മാത്രമായിട്ട് ആ ചുവന്ന കൗപീനം കെട്ടി കൃഷ്ണൻ അവിടെ കണ്ണൻ നിൽക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ. അപ്പൊ എനിക്കൊരു തമാശ തോന്നി. ഇന്നലെ കേട്ട കഥയൊക്കെ ഓർമ്മ വെച്ച്, കഷ്ടം, ശ്രീയഫ്പതിയാണ്, അവരുടെ ഉദ്യാനം വേണം, ഇങ്ങനെയൊക്കെ ആഗ്രഹം വേണോ എന്ന് ചോദിച്ചു. അപ്പുണ്ടല്ലോ ആ കൗപീനം അങ്ങോട്ട് അഴിഞ്ഞു വീണു. എന്നിട്ട് മേശാന്തി പറഞ്ഞു, ഇത് സ്വാമിക്കുള്ളതാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഭാഷ എന്താന്ന് വെച്ചാൽ, എനിക്ക് ഈ കൗപീനം പോലും വേണ്ടാട്ടോ എന്നാണ്. എനിക്ക് ഈ കൗപീനം പോലും ആവശ്യമില്ല എന്നാണ്, കോണകം പോലും എനിക്ക് വേണ്ട. അപ്പൊ നിസ്സംഗത എന്ന് വെച്ചാൽ കംപ്ലീറ്റ് നിസ്സംഗത, നിർമ്മമത.
സംഘം എന്ന് പറയുമ്പോ എന്താ കിട്ടിയെന്ന് വെച്ചാൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നാണ്. അപ്പോ സത്വം യത്തത് പരാഭ്യാമപരികലനതഃ നിർമ്മലം തേന താവത് ഭൂതൈഃ ഭൂതേന്ദ്രിയൈസ്തേ വപുരിതി കലയേ വപുരിതി ബഹുശഃ ശ്രൂയത്തെ വ്യാസവാക്യം. ഭഗവാന്റെ അലൗകിക രൂപം രജോ ഗുണ തമോ ഗുണങ്ങൾ കലരാത്തതായ ശുദ്ധസത്വമാണെന്ന് വ്യാസൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. തത് സ്വച്ഛത്വാത്, അത് സ്വച്ഛമാണ്. സ്വച്ഛം എന്ന് വെച്ചാൽ നിർമ്മലം, നിർമ്മലമാണ്. യത് അച്ഛാദിതം, ആവരണമില്ല എന്നാണ്. ആത്മാവിനെ എന്തുകൊണ്ട് നമുക്ക് അറിയുന്നില്ല എന്ന് വെച്ചാൽ ഒരു മനസ്സിലാവാൻ വേണ്ടി പറയാം, ആവരണമാണ്. ആവരണമെന്നും വിക്ഷേപമെന്നും രണ്ട് ശക്തികളുണ്ട്. കയറ് കാണാതിരിക്കുന്നത് ആവരണം, അതിൽ പാമ്പ് കാണുന്നത് വിക്ഷേപമാണ്. അതുകൊണ്ട് ജ്ഞാനവിചാരം കൊണ്ട് ഈ ആവരണം നീക്കണം, അപ്പോഴേ വിക്ഷേപം പോവുള്ളൂ. വെളിച്ചം കൊണ്ടുവന്ന കയറിലടിച്ചാൽ കയറേ ഉള്ളൂ എന്ന് പറയും, പാമ്പ് കാണില്ല. അപ്പൊ ആവരണ ഭംഗം വരണം. ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ, ഇതാണ് ആരംഭത്തിൽ പറയും. പക്ഷെ അവസാനം അറിയും ആവരണമൊന്നുമില്ല, ആത്മാവാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ആവരണം? അനാവൃതത്വാത് ബഹിരന്തരം നതേ സർവസ്യ സർവാത്മനഃ ആത്മവസ്തുനഃ എന്ന് ഭാഗവതം. അവിടുന്ന് അനാവൃതനാണെന്നാണ്. ഒരു ആവരണവുമില്ല, ഒരു മറവുമില്ല, ഒന്നും മറച്ചു വെച്ചിട്ടില്ല, സദാ പ്രകാശ. അതാണ് സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. സൂര്യനിൽ ഇരുട്ട് നിൽക്കുവോ? സൂര്യനിൽ ഇരുട്ട് കാണുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? സൂര്യൻ ഇരുട്ടിനെ കണ്ടിട്ടേ ഇല്ല. അതുപോലെ ആത്മാവിന്, ഈശ്വരന് സാധിക്കാത്തത് വല്ലതുണ്ടോ? ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇല്ലാതാവാൻ പറ്റില്ല. ഈശ്വരന് സാധിക്കാത്ത ഒരു കാര്യം ഇല്ലാതാവാൻ പറ്റില്ല എന്നാണ്. അപ്പോ ഉള്ള വസ്തു അതിന് ഇല്ലായ്മ എന്ന് പറയുന്നതാണ് ആവരണം. ഇല്ലായ്മേ ഇല്ല, ഇല്ലായ്മ പോലെ തോന്നുകയാണെന്നല്ലാതെ ആ തോന്നലും ആ വെളിച്ചം കൊണ്ട് തന്നെയാണ്. എനിക്ക് അറിയണില്ല എന്നൊക്കെ പറയണത് തന്നെ ആ അറിവ് ഉള്ളത് കൊണ്ടാണ്. എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയണത് ആ അറിവുള്ളത് കൊണ്ടാണ്. ചൈതന്യപ്രകാശത്തിലാണ് എനിക്കൊന്നും അറിയണില്ല എന്ന് പറയണത്. ജഡം പറയില്ല, ചൈതന്യമാണ് പറയണത് എനിക്ക് അറിയണില്ല എന്ന്. അറിയും അറിയില്ല എന്നൊക്കെ പറയണ ഒരേ ആള് തന്നെ. അപ്പോ യത് അച്ഛാദിതം, മറവില്ലാതെ അടുത്ത വാക്ക് നോക്കൂ, പരസുഖ ചിത്. ഇപ്പൊ പറഞ്ഞല്ലോ ചിദ്രൂപമുദിയാത് എന്ന് പറഞ്ഞല്ലോ, പരമരസ ചിദ്രൂപം എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു പരസുഖ. ലൗകിക വിഷയസുഖമല്ല, ചൈതന്യത്തിന്റെ സുഖമാണ്, ആത്മാവിന്റെ സുഖമാണ്. ആ പരസുഖരൂപമായിട്ടുള്ള ചിദ്രൂപം, അതിനെ ഇവിടെ പറഞ്ഞു പരസുഖ ചിത്ത്. ആ ചിത്ത് പരസുഖ ചിത് ഗർഭ നിർഭാസ്യ രൂപം, ഇതാണ് പദം. ഗുരുവായൂരപ്പൻ ആ മൂർത്തി ഉണ്ടല്ലോ, പരസുഖ ചിത് ഗർഭമാണത്രേ അത്. ഇപ്പൊ ഗർഭത്തിൽ കുട്ടികളുള്ള പോലെ ഈശ്വരന്റെ ശരീരം, ആ രൂപത്തിന്റെ രൂപം ഒരു ചിദ്ഗർഭമാണെന്നാണ്. എന്നുവെച്ചാൽ അത് നമ്മൾ അതിനെ കാണുമ്പോ നമ്മളില് അത് പ്രകാശിക്കും. ജ്ഞാനികളിലൊക്കെ അങ്ങനെയാണ്. ഒരു ശരിക്കും പുരുഷൻ ഗർഭം ധരിക്കുകയാണ്, എന്നിട്ടാണ് സ്ത്രീയിലേക്ക് ആ ബീജത്തിനെ വിതയ്ക്കുന്നത്. ആദ്യത്തെ 2 മാസം പുരുഷഗർഭമാണ്, പിന്നെയുള്ള 9 മാസമോ 10 മാസമോ ആണ് സ്ത്രീക്ക്. അതാണ് രാമായണത്തിൽ പറഞ്ഞത്. ഭഗവാൻ വരം കൊടുത്ത ശേഷം തതശ്ച 12 മാസേ ചൈത്രേ നാവമികേ തിഥൗ നക്ഷത്രേ അതിഥി ദൈവത്യേ സ്വച്ഛ സംസ്ഥേഷു 5 ഗ്രഹേഷു കർക്കടേ ലഗ്നെ വാക്പതാ വിന്ദുനാ സഹ
പ്രോദ്യമാനേ ജഗന്നാഥം സർവലോക നമസ്കൃതം കൗസല്യ അജനയദ് രാമം ദിവ്യലക്ഷണ സംയുതം. ദ്വാദശേ മാസേ 12ാമത്തെ മാസമാണെന്ന്. എന്ത് 12 മാസം? എല്ലാവർക്കും 12 മാസം ഉണ്ടെന്നാണ് ശാസ്ത്രം. അപ്പോ ഭാഗവതത്തില് എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഭാഗവതത്തില് കൃഷ്ണാവതാരത്തിന് മുമ്പ് ഭഗവാൻ വസുദേവരുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. മന ആനകദുന്ദുഭേഹേ. ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, മന ആനകദുന്ദുബി എന്ന് വെച്ചാൽ വസുദേവരുടെ ഉള്ളിൽ പ്രവേശിച്ചു. എന്നിട്ട് ദേവകിയെ വസുദേവർ ഒന്ന് നോക്കിയതേ ഉള്ളൂ എന്നാണ്. ഒരു വേദദീക്ഷ എന്ന് പറയുന്നത്. വേദം എന്ന് വെച്ചാൽ കുത്തം. കണ്ണുകൊണ്ടുള്ള ആ ദൃഷ്ടിയിൽ തന്നെ ആ ചൈതന്യം ആകാശം ചന്ദ്രനെ ധരിച്ച പോലെ ദേവകി എന്ന് വെച്ചാൽ ആകാശം ചന്ദ്രനെ തൊടണമൊന്നുമില്ല, അതുപോലെ ദേവകി കൃഷ്ണചന്ദ്രനെ ധരിച്ചു. കാഷ്ഠായഥ ആനന്ദകരം, അതുപോലെ ദേവകി ധരിച്ചു എന്നാണ്. അപ്പൊ അവിടെ ചിദ്ഗർഭമാണ്, ഗുരുവായൂരപ്പൻ ചിദ്ഗർഭമാണ്. ആളുകൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ സന്നിധി ചെന്ന് നിന്നാ മതി, ജ്ഞാനം വന്നോളും. അവൻ സാന്ദ്രാനന്ദ തനുവാണ്. ചിദ്വപുവാണ്, ചൈതന്യ കട്ടയാണ്, ചൈതന്യ ശരീരിയാണ്. അത് സ്വച്ഛമാണ്, ആച്ഛാദിതമാണ്. പരസുഖചിത് ഗർഭനിർഭാസ രൂപം ആണ്. പരസുഖചിത് ആത്മാനുഭൂതി രൂപമായ ചിദ്ഗർഭം നിറഞ്ഞിരിക്കുന്ന, അതിനെ നമ്മളിൽ പ്രകാശിപ്പിക്കുന്ന രൂപം. പരസുഖചിത് ഗർഭ നിർഭാസ രൂപം, നമ്മളില് അതിനെ ഭാസിപ്പിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന ഒരു രൂപം പുറത്ത്. അങ്ങനെയുള്ള ആ ദിവ്യരൂപത്തിൽ തസ്മിന് ധന്യാഹ രമന്തെ. അതാണ് ഹന്തഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞത്. അതിൽ രമിക്കുന്നവൻ ധന്യാഹ രമന്തെ, ബ്ലസ്സഡ്, ധന്യനാണവൻ. അതിനെ പൂജിക്കുകയും ആരാധിക്കുകയും രമിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ധന്യന്മാരാണ്. ശ്രുതി മതി മധുരെ. ശ്രുതി എന്ന് വെച്ചാൽ ശ്രവണം, മതി എന്ന് വെച്ചാൽ ബുദ്ധി, മനസ്സ്, ഒക്കെ ഇന്ദ്രിയങ്ങൾ. തദ്ബുദ്ധയ തദാത്മാന തന്നിഷ്ഠാ തത്പരായണ ഗച്ഛന്തി അപുനരാവൃത്തിം ജ്ഞാന നിർധൂത കൽമഷാഹ. അപ്പൊ ശ്രവണം, പിന്നെ ബുദ്ധി കൊണ്ട് അതിനെ മനനം, അതാണ് ശ്രുതി മതി മധുരേ. ഭാഗവത രൂപത്തിൽ കേൾക്കാനും മതിം മതയതേ രോമാഞ്ചയത്യംഗകം എന്നൊക്കെ പറഞ്ഞല്ലോ. ആ രൂപം മതിം മതയതേ, മതിയെ മതിപ്പിക്കുന്നു, ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാക്കുന്നു. മത്തോ ഭവതി, സ്തബ്ധോ ഭവതി, തൃപ്തോ ഭവതി, ആത്മാരാമോ ഭവതി എന്നൊക്കെ പറഞ്ഞുവല്ലോ. മത്തൻ ആയിട്ട് തീരുന്നു. മലയാളത്തിലുള്ള മത്തനല്ല, ഉന്മത്തോ ഭവതി, മതിം മതയതേ, ബുദ്ധിയെ ലഹരി പിടിപ്പിക്കും. രോമാഞ്ചയതി അംഗകം, ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാക്കുന്നു. അതാണ് ഇവിടെ. അങ്ങനെയുള്ള ആ ദിവ്യരൂപത്തിൽ തസ്മിന് ഭാഗ്യവന്ത ധന്യാഹ, ഭാഗ്യമുള്ളവര് രമന്തെ, രമിക്കുന്നു. ആ ഉപനിഷത് പ്രസിദ്ധമായ ആത്മാവിനെയാണ് ഇവിടെ പറയണത്. നോക്കൂ, ബാഹ്യാർത്ഥം ഗുരുവായൂരപ്പന്റെ ദിവ്യരൂപമാണ്, ലക്ഷ്യാർത്ഥം ആത്മാവാണ്, ശുദ്ധ ചൈതന്യമാണ്. കസ്മാത് നോ നിഷ്കളഃ ത്വം സകല ഇതി വചഃ ത്വത്കലാസു ഏവ ഭൂമൻ. പറഞ്ഞു, നീ നിഷ്കളനാണെന്നാണ്, നിനക്ക് രൂപമൊന്നുമില്ല, കലയും കാണുന്നതൊന്നും അല്ല. പക്ഷെ പുറമേക്ക് കാണുന്ന നിന്നെ സകലൻ എന്ന് ഞങ്ങൾ പറയുന്നു. എന്തിനാന്ന് വെച്ചാൽ അത് ദ്വാരമാണ്. ആ ദ്വാരത്തിലൂടെ
നിഷ്കളത്തിലേക്ക് പോയി നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോല്ലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹു തദാത്മാ കസ്മാന്നോ നിഷ്കളഃ ത്വം സകല ഇതി വചഃ ത്വത്കലാസു ഏവ ഭൂമൻ. ഇതും ഗംഭീരമായ ശ്ലോകമാണ്. നിഷ്കമ്പേ, കമ്പനമില്ല എന്നാണ്, ചലനമില്ല. നിത്യപൂർണേ, പൂർണ്ണമായിട്ടുള്ളതാണ്, നിത്യമായ. നിരവധി പരമാനന്ദ പീയൂഷരൂപേ, അവധിയില്ലാത്ത, ബോർഡറില്ല, അതിനൊരു വരമ്പില്ല, വരമ്പില്ലാത്തതായ പീയൂഷം, അമൃതധാര നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ അനുഭവമാണ്. നിഷ്കമ്പേ, നിശ്ചലതത്വമാണ്. നിത്യപൂർണേ, നിരവധി പരമാനന്ദ പീയൂഷരൂപേ. അങ്ങനെയുള്ള ആ സമുദ്രത്തില് നിർലീന അനേക മുക്താവലി, എത്രയോ ജീവൻ മുക്തന്മാരുടെ പരമ്പര. അപ്പൊ കടലിൽ മുത്തുകൾ ഉണ്ടാവുമല്ലോ, അതുപോലെ ഇവിടെ മുത്തുകൾ എന്താന്ന് വെച്ചാൽ ജീവൻ മുക്തന്മാരാകുന്ന മുത്തുകൾ അതിനകത്ത് ലീനമായിരിക്കുന്നതാണ്. നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധം. നിർമ്മലമായിട്ടുള്ള ബ്രഹ്മമാവുന്ന സിന്ധു, കടൽ. നിർമ്മല ബ്രഹ്മസിന്ധു, ആ കടലില്, ആ നിശ്ചല സമുദ്രത്തില് കല്ലോലം, ചെറിയ അല, ചെറിയ അലയുണ്ടാവാണ്. അലയുണ്ടായതുകൊണ്ട് കടലൊന്നും അറിയില്ലല്ലോ. അല വന്നതുകൊണ്ടോ കുമിള വന്നതുകൊണ്ടോ സമുദ്രം മാറിയില്ല. കല്ലോല്ലോല്ലാസതുല്യം, കല്ലോല ഉല്ലാസതുല്യം ഖലു വിമലതരം സത്വം. ആ ബ്രഹ്മസിന്ധുവില്, ബ്രഹ്മസമുദ്രത്തില് ഒരു ചെറിയ അലയുണ്ടാവുന്ന പോലെയാണ് ഈ ശുദ്ധസത്വം. ആ ശുദ്ധസത്വം വന്നതുകൊണ്ട് സമുദ്ര, നോക്കൂ, നിഷ്കമ്പവും നിത്യപൂർണവും പരമാനന്ദ സാന്ദ്രവുമായിട്ടുള്ള ആ സമുദ്രമാണ് നമ്മുടെ ആത്മാ. തസ്മാത് നിഷ്കളസ്ത്വം എന്ന് പറഞ്ഞല്ലോ, ആത്മാവാണ്. ആ ആത്മാവില് എവിടെ അല വന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ പറയുന്ന അല എന്താ, ശുദ്ധസത്വം എന്ന് പറയുന്ന അല എന്താന്ന് വെച്ചാൽ, അത് ആരാധനയല്ല, പൂജയല്ല, ബാഹ്യമോ ഒന്നുമല്ല. അത് ശ്രുതിമതിമധുരമായ ഒരു വിഷയമാണ്. അതായത് ഗുരുവിന്റെ അടുക്കലിരുന്ന് വേദാന്തം ശ്രവണം ചെയ്യുന്നു, എന്നിട്ട് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത ചിത്തവൃത്തി പ്രത്യേകാഭിമുഖമായിട്ട് തീർന്ന്, ആത്മാഭിമുഖമായിട്ട് തീർന്ന് ആ ശുദ്ധ ചൈതന്യത്തിൽ പ്രവേശനക്ഷമമായിട്ട് തീരും. ആ ചിത്തവൃത്തി ബാഹ്യ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ വഴി വെളിയിൽ പോകുന്നതിന് പകരം ആ ചിത്തവൃത്തി ഹൃദയാന്തരംഗത്തിലുള്ള ചൈതന്യത്തിൽ പ്രവേശിക്കാൻ കെൽപ്പുള്ളതായിട്ട് തീർന്നു. അപ്പോ ആ പ്രവേശനക്ഷമത അതിന് വന്നപ്പോ കല്ലോല്ലോല്ലാസ തുല്യം എന്ന് വെച്ചാൽ ആ നിശ്ചലതയുണ്ട്. ആ നിശ്ചലതയെ അത് തന്റെ സ്വരൂപമാണെന്നുള്ള അറിവ് അവിടെ ഉദിക്കുന്നു. അതൊരു വിഭൂതിയാണ്. ആ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവാണ് ഞാൻ എന്നുള്ള അറിവ്, ആ അറിവ് എവിടെ ഉദിച്ചു? ബുദ്ധിയിൽ ഉദിച്ചോ, മനസ്സിൽ ഉദിച്ചോ എന്നൊക്കെ ചോദിക്കും. അതും ആത്മാവിൽ തന്നെയാണോ ഉദിക്കുന്നത് എന്നാണ്. ആ ആത്മാവിൽ ഒരു ചെറിയ അലയുടെ രൂപത്തില് ഞാൻ ആത്മാവാണ് എന്ന് ജ്ഞാനിയില് ഒരു അറിവുദിക്കണം. ആ അറിവുദിക്കുന്നത് കൊണ്ടാണല്ലോ ജ്ഞാനിക്ക് വേദാഹമേതം പുരുഷം മഹാന്തം എന്ന് പറയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അത് ആത്മാവായിട്ട് തന്നെ നിന്ന എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്പൊ ഈ ജ്ഞാനിയില് ഈ ചിത്തിനെ അറിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ സാത്വികാഭിമാനം അതിൽ ഉദിക്കുന്നുണ്ടല്ലോ, അതാണ് കല്ലോല്ലോ. അതിലാണ് ആനന്ദം വരണത്, അതിലാണ് സൗഖ്യം വരണത്, അതിലാണ് ആഹാ അറിയേണ്ടത് അറിഞ്ഞു, എനിക്കൊന്നും നേടാനില്ല, പ്രാപ്തവ്യം പ്രാപ്തം കർത്തവ്യം കൃതം ധന്യോഹം 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 എന്നൊക്കെ പറഞ്ഞു ഉള്ളില് ആ ആനന്ദം വരെയാണ്. ആനന്ദം 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 എന്ന് ആനന്ദ കൂത്തിടുവാർ, പരമാനന്ദ സ്വരൂപം അറിந்துകൊണ്ടേൻ എന്ന് ആനന്ദ കൂത്തിടുവാർ എന്ന് പറഞ്ഞു. ആ സത്യത്തിനെ അറിഞ്ഞവന്റെ സ്ഥിതിയെ പറയാണ്. ഒരു ആനന്ദം 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 എന്ന് ആനന്ദ കൂത്തിടുവാർ, പരമാനന്ദ സ്വരൂപം അറിந்துകൊണ്ടേൻ എന്ന് ആനന്ദ കൂത്തിടുവാർ. അപ്പൊ അതിനെ ഞാനതാണെന്ന് അറിഞ്ഞു. അത് അറിഞ്ഞിട്ട് അതിൽ ധന്യാഹാരമന്തെ, ആ ധന്യത ഉണ്ടല്ലോ, രമിക്കുകയാണ്, ആനന്ദമായിട്ട് രമിക്കുകയാണ്. തസ്മിന് ധന്യാഹാരമന്തെ ശ്രുതിമതി മധുരെ.
ശ്രവണ മനന നിധിധ്യാസനം കൊണ്ട് അതാണ് ഞാനെന്ന് അറിഞ്ഞിട്ടുള്ള ഒരു മാധുര്യം ഉള്ളിൽ വന്നിട്ട് സുഗ്രഹേ വിഗ്രഹേ, അത് നല്ലവണ്ണം ഗ്രഹിക്കാവുന്ന വിഗ്രഹം ആത്മാവാണ്. പുറമേക്കുള്ള വിഗ്രഹമൊക്കെ ഇന്ദ്രിയവേദ്യമാണല്ലോ. പുറമേക്കുള്ള വിഗ്രഹങ്ങളൊക്കെ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ഒക്കെയാണ് പിടിക്കുന്നത്. ഈ വിഗ്രഹത്തിന് ചൈതന്യം കൊണ്ട് പിടിക്കുന്നത് കൊണ്ട് ആത്മനൈവ ആത്മനാ ആത്മാനം, തന്നെ കൊണ്ട് തന്നെ അറിയാണ്. അപ്പൊ സുഗ്രഹ വിഗ്രഹം അതാണ് ശരിക്ക്. അസുഗ്രഹേ വിഗ്രഹേത്തെ ധന്യാഹാരമന്തി നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോല്ലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹു തത് ആത്മാ. അത് ആത്മാവാണ്. കസ്മാന്നോ നിഷ്കളഹാത്വം, അവിടുന്ന് സകലനാണെന്ന് ആര് പറഞ്ഞു? അവിടുന്ന് നിഷ്കളനാണ്. കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വചഃ ത്വത് കലാസു ഏവ ഭൂമൻ. ഭഗവാനെ അവിടുന്ന് ഭൂമാവാണെന്നാണ്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് ഭൂമാന്ന് വെച്ചാൽ എന്താ? എത്ര നാന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി സ ഭൂമ. എവിടെ ആത്മാവിൽ നിന്നുമായി അന്യമൊന്നും കാണുന്നില്ലയോ, അന്യമൊന്നും അറിയുന്നില്ലയോ, അന്യമൊന്നും ചിന്തിക്കുന്നില്ലയോ, അത് ഭൂമാവാണ്. അനന്തമാണ്, ഇൻഫിനിറ്റ് ആണ്. അതാണ് ഭഗവാനെ അവിടുത്തെ രൂപം. അങ്ങനെ തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാം ഈക്ഷണക്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധവംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഈക്ഷണശ്രുതി ആദ്യത്തെ ചതുശ്സൂത്രി കഴിഞ്ഞിട്ട് ഈക്ഷണശ്രുതിയാണ്. ഈക്ഷതേഹേ നാശബ്ദം എന്നുള്ള ഒരു സൂത്രം. അതൊക്കെയാണ് ഇതിലത്തെ വിഷയം. അങ്ങനെ ഭഗവാന്റെ ഈ ദിവ്യരൂപം, ഇങ്ങനെ ആ ചൈതന്യസ്വരൂപമായ ഭഗവാന് ബാഹ്യമായി ഈ രൂപമുണ്ടല്ലോ, ലക്ഷ്മി വിട്ടു പിരിയാതിരിക്കുന്ന ആ രൂപം, ഇതൊക്കെ അങ്ങനെ അനുഭവിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്ദ സന്തോഹം അന്തഃസിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. പ്രത്യഗ്രധാരാധര ലളിതകളായാവലീ കേളികാരം, പുതുമേഘങ്ങളുടെ ചന്തമിയെന്ന കായാമ്പൂവിന്റെ പൂക്കൂട്ടങ്ങളുണ്ടല്ലോ, അതിന്റെ വിളയാട്ടം കാട്ടുന്നതും നല്ല കറുത്ത കാർമേഘങ്ങൾ, അതോടുകൂടെ കായാമ്പൂ വർണ്ണത്തോടുകൂടി ഉള്ളതും ലാവണ്യസ്യ ഏകസാരം, ലാവണ്യത്തിന്റെ ഘനീഭവിച്ചതും സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. സുകൃതികളായിട്ടുള്ള ഭക്തന്മാർക്ക് പൂർണ്ണ പുണ്യാവതാരം ഏതാന്ന് വെച്ചാൽ കൃഷ്ണാവതാരം അല്ല പറഞ്ഞു, ഗുരുവായൂരപ്പൻ. ഇവിടെ കാണുന്നുണ്ടല്ലോ, നമുക്ക് പ്രത്യക്ഷമായിട്ട് കിട്ടുന്നത് കൊണ്ട് ലക്ഷ്മി നിശങ്കലീലാനിലയനം, ലക്ഷ്മി ശങ്ക കൂടാതെ നിരന്തരം അവിടെ വസിക്കുന്നു. സഞ്ചിന്തകാനാം അന്ത, ധ്യാനം ചെയ്യുന്നവരുടെ ഹൃദയത്തില് അമൃതസ്യന്ത സന്തോഷം, അമൃതത്തിന് അങ്ങനെ അമൃതനിഷ്യന്തിയായിട്ടുള്ള രൂപം, അമൃതം അങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപം. തത് തേ വപുഹു മാരുതാകാരനാഥ അനുകലയെ. ഭഗവാനെ ഞാനത് എന്റെ ഹൃദയത്തിൽ ധ്യാനിക്കണം. അപ്പൊ ഈ ഭക്തിരസം, ഭഗവത് ധ്യാന രസം ശരീരത്തിന് വയ്യാതാവുമ്പോൾ പോലും നമ്മളെ വിട്ടുപോവാതെ, എന്താണ്, കല്ല് വേണോ നീല അതിൽ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വിട്ടുപോകണമെന്ന് വിചാരിച്ചാൽ അത് വിട്ടുപോവാത്ത കല്ല്. എങ്ങനെയാണാവോ വാഴക്കുന്നത്തിന് ഈ കല്ലെന്നൊരു ആശയം വന്നതെന്ന് പറഞ്ഞു. നീല നിറ കല്ല്. ചിലപ്പോ ഈ കവികള്, പരമഭാഗവതന്മാര്
യോഗികളാണ് അവർ. ധ്യാനത്തില് എന്തെങ്കിലും ഒരു ആശയം വരും. ആ ഭഗവാന് പറയുമ്പോ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു സാധനം പറഞ്ഞാൽ നമുക്ക് ഭഗവാനാണെന്ന് തോന്നാം. എന്തൊരു വിചിത്രമാണ് അല്ലേ? അരുണഗിരിനാഥർ ആദ്യത്തെ പാട്ടായിട്ട് നമ്മൾ പാടുന്ന തിരുപ്പുകൾ മുത്തൈത്തരു പത്തിത്തിരുനകൈ അത്തിക്കിരൈ ശക്തിശ്രവണ മുക്തിക്കൊരു വിത്ത് ഗുരുപരൻ എന വായിൽ പല്ലുന്നു. ആ ഒരു പാട്ടില് കൃഷ്ണകഥ, രാമകഥ എല്ലാം വരും. അതില് കൃഷ്ണനെ പറയുമ്പോ ഭക്തർക്ക് രഥത്തെ കടുവിയ, ഭക്തന് രഥം ഓടിച്ച കൃഷ്ണൻ എന്ന് പറയണ്ടേ പച്ചപ്പുയൽ. പുയൽ എന്ന് വെച്ചാ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റാണ്, സാധാരണ കാറ്റല്ല, പച്ചപ്പുയൽ. ഭക്തന് രഥം ഓടിച്ച ആ പച്ച കൊടുങ്കാറ്റിന് പച്ചക്കളറിനും എന്താ അപ്പോ അവർക്ക് അപ്പു മിസ്റ്റിക്കലായിട്ട് ഉള്ളിൽ തോന്നുന്ന യോഗഭൂമിയിൽ നിന്ന് തോന്നുന്നതാണത്. ആ യോഗവർണ്ണമാണത്. ഇപ്പോ ഓട്ടൂര് ഒരു പാട്ടിൽ പറയുന്നുണ്ട്, പ്രപഞ്ചമൊക്കെ മറിഞ്ഞു, എല്ലാം ഒരു നീലിമ നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, സകലതും ഒരു നീലിമ കൊണ്ട് നിറഞ്ഞു. യോഗഭൂമിയാണ്. ആ യോഗഭൂമിയിൽ അപ്പപ്പോ വരുന്ന കാര്യങ്ങൾ പറയണം. അതാണ് ഇവിടെയും പ്രത്യഗ്രധാരാധര ലളിത കലായാവലി കേളികാരം. പ്രത്യഗ്രധാരാധരം, തന്റെ മുമ്പില് ധാരാധര മേഘം, അങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുന്ന കാർമേഘം. ആ കാർമേഘം അങ്ങനെ വെള്ളം ഇത്തിരി അങ്ങോട്ട് ഒരു സ്പർശം വന്ന വെള്ളം വീഴും. ഈ മേഘത്തിൽ എന്താന്ന് വെച്ചാൽ നിത്യാനന്ദം വർഷിക്കുന്നുണ്ട്. നിത്യാനന്ദ സുധാനിധേരധിഗത സന്നീലമേഘ സദാം ഔത്കണ്ഠ്യ പ്രബല പ്രഭഞ്ജന ഭരൈഹി ആകർഷിതോ വർഷതി. ഭക്തന്മാരുടെ ഉത്കണ്ഠ, ഭക്തി, അതിന് വിരഹം, അതൊരു കൊടുങ്കാറ്റായിട്ട് മാറിയിട്ട് ആ മേഘത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നാണ്. എന്നിട്ട് അതുകൊണ്ട് തന്നെ ആ മേഘം ഇങ്ങനെ വർഷിക്കുകയാണ്. എന്താ വർഷിക്കുന്നത്? ആകർഷിതോ വർഷതി വിജ്ഞാന അമൃതം, ജ്ഞാനമാവുന്ന അമൃതത്തിനെ വർഷിക്കുകയാണ്. മനസ്സാകുന്ന ചാതകമേ ഉറങ്ങിപ്പോവാതെ നോക്കിക്കൊള്ളൂ. ശങ്കരാചാര്യര് പറഞ്ഞു, ചിത്തമാവുന്ന ചാതകമേ ചേതശാതക ചേന്ന വാഞ്ചസി മൃഷാക്രാന്തോസി സുപ്തോസിക്കും. എന്താ ഉറങ്ങുകയാണോ? ഉറങ്ങരുത് എന്നുവെച്ചാൽ അജാഗ്രതയോടുകൂടെ ഇരിക്കരുത്. ലാവണ്യസൈകസാരം, സൗന്ദര്യത്തിന്റെ മൂർത്തരൂപം സുകൃതി ജനദൃശാം, പരമപുണ്യം ചെയ്ത ജനങ്ങളുടെ മുമ്പിൽ പൂർണ്ണ പുണ്യാവതാരം. ലക്ഷ്മി നിശങ്കലീലാനിലയനം, അമൃതസ്യന്ത സന്തോഷം, അമൃതത്തിനെ അങ്ങനെ സ്യന്ദിപ്പിക്കുന്ന, അമൃതധാരയെ വർഷിക്കുന്നതുമായ, അങ്ങനെ കറക്കുന്നതായ, ദോഹനം ചെയ്യുന്നതായ ആ ദിവ്യരൂപത്തിനെ അന്തസിഞ്ചത് സഞ്ചിന്തകാനാം, ഉള്ളൊക്കെ നനച്ച്, ഈരം, നനവ്, ഉള്ളിലൊക്കെ ഒന്ന് നനച്ച്, സഞ്ചിന്തകാനാം വപുരനുകലയെ, ആ ദിവ്യരൂപത്തിനെ ഞാൻ ഇങ്ങനെ ഉള്ളില് ഇങ്ങനെ വെക്കാം. മാരുതാകാരനാഥ, ഇങ്ങനെ സാധിക്കുമെങ്കിൽ ഈ പ്രഭൂതാദിവ്യാധി സമയത്തും ആ ഭഗവാന്റെ ദിവ്യരൂപം ഉള്ളിൽ ഉദിക്കും. അങ്ങനെയൊക്കെ ഉദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം ബുദ്ധിമുട്ടുകളൊന്നും കാര്യമില്ല, കഷ്ടങ്ങളൊക്കെ വരട്ടെ, അതൊക്കെ നല്ലതായല്ലോ. ഈ കഷ്ടങ്ങളൊക്കെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഭഗവാനെ ആരാധിക്കും?
ഈ കഷ്ടങ്ങൾക്കൊക്കെ ഓരോ നമസ്കാരം എന്നാണ്. ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഓരോ നമസ്കാരം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈശ്വരന്റെ അടുത്തേക്ക് അഭിമുഖമായിട്ട് തിരിയണത്. അതുകൊണ്ട് മുമ്പൊക്കെ ഞാൻ വിചാരിച്ചു, ഗുരുവായൂരപ്പ എന്താ ഈ കഷ്ടസ്ഥിതികളൊക്കെ എനിക്ക് തരണത്, ഈ സൃഷ്ടി വല്ലാത്ത ദുഃഖമാണെന്ന് തോന്നിയിരുന്നു. ഇപ്പൊ അങ്ങനെ ചിന്തിക്കണില്ല. കാരണം ഇത് ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ഈ ഭഗവത് ഭക്തിയും ഭഗവത് ആരാധനയും ഒക്കെ കിട്ടിയിരിക്കുന്നത്. കഷ്ടാത്തേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതം. പണ്ടൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു എന്നാണ്. ഇപ്പില്ല. മുമ്പൊക്കെ വിചാരിച്ചിരുന്നു ഈ സൃഷ്ടി വലിയ ബുദ്ധിമുട്ടാണ്. ജനിച്ച് ഇവിടെ വന്ന് ഈ പ്രാരബ്ധ കർമ്മങ്ങളിലൊക്കെ പെട്ട് പലതും ചെയ്ത് ബുദ്ധിമുട്ടി വീണ്ടും വീണ്ടും ഒരേ കാര്യം ഇല്ല. എത്ര ജന്മമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണു ഇതേ കാര്യം തന്നെ, തുടർന്ന് വീണ്ടും വീണ്ടും അതേപോലെ തന്നെ ഒരേ കാര്യങ്ങൾ ചെയ്ത് 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 മടുത്തു. അരുണഗിരിനാഥർ ഒരു പാട്ടിൽ പറയുന്നു, ബ്രഹ്മാവിന് കൈ കളച്ചുപോയി അത്രയും. ശ്മശാനത്തിൽ വന്ന് രുദ്രനും മതിയായി. വിഷ്ണുവിന് നമ്മളുടെ കാര്യം നോക്കിയിട്ട് അദ്ദേഹത്തിനും ബോറടിച്ചു പോയി. ഇങ്ങനെ എല്ലാരും ടയർഡായിരിക്കണമെന്ന്. നമ്മൾ മാത്രം പരിപാടി നിർത്തിയിട്ടേ ഇല്ലേ, വീണ്ടും 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 റിട്ടേൺ ടിക്കറ്റാണ്. മൃത്യോസ മൃത്യുമാപ്നോതി യഹ നാനേവ പശ്യതി. വീണ്ടും വീണ്ടും പോകുമ്പോ തന്നെ ചിലരൊക്കെ പറയേ അടുത്ത ആഴ്ച പോവാണ്. റിട്ടേൺ ടിക്കറ്റോടെയാണ് പോണതെന്ന് പറയാം എവിടേക്കോ. അതുപോലെ ആ റിട്ടേൺ ടിക്കറ്റ് വാങ്ങി വാങ്ങി പഴകിട്ട് മരിച്ചു പോകുമ്പോഴും അതേ റിട്ടേൺ ടിക്കറ്റാണ്. ആ വീട്, ആ കുടുംബം, അതിലത്തെ സാധനങ്ങള് എല്ലാത്തിനോട് സംബന്ധം വെച്ചുകൊണ്ട് മരിക്കുമ്പോ ആ വീട്ടിൽ തന്നെ വന്ന് ജനിക്കണം. അപ്പൊ ഒരമ്മ പറഞ്ഞു, ഇതെനിക്ക് വളരെ ഇഷ്ടാട്ടോ, എന്റെ കുട്ടികളെ, എന്റെ പേരക്കുട്ടികളെ, അവർക്കൊന്നും നിങ്ങളെ അറിയില്ല. മാത്രല്ല അവര് കുട്ടികളൊന്നും വേണ്ടാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളെങ്ങനെ ജനിക്കും? അവര് കുട്ടികളൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ ഫോമറേണിയനോ അൾസേഷനോ. വിചിത്രമായ നായ്ക്കളാണ്. നമ്മുടെ തെരുവ് നായ്ക്കളൊന്നുമില്ല. ചിലതൊക്കെ മഹർഷി പോലെ ഇങ്ങനെ ജഡമൊക്കെ ആയിട്ട് ഇങ്ങനെ, അതിന്റെ മുഖവും കാണാനില്ല, കണ്ണും മൂക്കും ഒന്നും കാണാനില്ല. അത് ഇങ്ങനെ തലകണയ്ക്ക് കണ്ണും മൂക്കും വെച്ച പോലെയൊക്കെയാണ് നടക്കുന്നത് ഓരോരുത്തരും. ഇവിടുത്തെ തെരുവ് നായ്ക്കളൊന്നുമില്ല. ശരിക്കും ഇതിപ്പോ ചെന്നൈയിലൊക്കെ ഞാൻ കണ്ടു, ഒരു തലയണയാണോ എന്ന് വിചാരിച്ചു ഞാനത് കൊണ്ട് നടക്കണതാണ്. അങ്ങനെയുള്ള നായ്ക്കുട്ടികളൊക്കെ എന്താന്ന് വെച്ചാ ഇവർക്കും അതിനോട് ഇഷ്ടം. അതിന് ചിലപ്പോ അറിയുന്നു വെച്ചോളൂ, എന്റെ പേരക്കുട്ടിയാണ് അറിഞ്ഞാൽ അതിന്റെ കാര്യം ആലോചിച്ചു നോക്കും. വലിയ റെസ്പോൺസിബിലിറ്റിയോടുകൂടിയാണ് അത് വരുന്നത്. നമ്മൾ വാതിൽ തുറന്നിട്ടിട്ട് പോയാൽ ഇഷ്ടാവില്ല, ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സ്വാമി പറഞ്ഞു, ഒരു വീട്ടിൽ പോയപ്പോ ആ നായ ഉണ്ടല്ലോ, ആ ബീറോവിന്റെ മുമ്പ് നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോലെയാണ്. ആരാണാവോ? അതിന്റെ അടുത്തേക്ക് ആര് പോയാലും കുരയ്ക്കും. അപ്പോ സാമർത്ഥ്യമായിട്ട് ഇവിടെ തന്നെ തിരിച്ചു വരാനൊന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യരുത്. യാത്ര ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. ബ്രഹ്മലോക പര്യന്തം ടൂർ അടിക്കാൻ ധാരാളം ദേവലോകങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോവാം. പക്ഷെ പൊതുവെ യമനാണോ കൊണ്ടുപോവുമെങ്കിൽ അത് അത്ര ശരിയാവില്ല. ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റിൽ യമൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, വലിയ ബുദ്ധിമുട്ടാ. അവിടെ പോയി വലിയ ബുദ്ധിമുട്ടാ. അതൊക്കെ ആവും ചിലപ്പോഴേ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും പോയി ജനിച്ച, ഇപ്പൊ ജനിക്കുമ്പോ തന്നെ ഇങ്ങനെ ദീപാവലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ എനിക്കിഷ്ടമല്ല, അങ്ങോട്ട് പോവാന്നാണ്. അപ്പൊ ഇങ്ങനെ ഈ ജന്മത്തിൽ കഷ്ടാതെ സൃഷ്ടിചേഷ്ട, ഈ സൃഷ്ടിചേഷ്ട വലിയ കഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞു 1.5 മണിക്കൂർ പ്രഭാഷണം ചെയ്യണം, എണീക്കാൻ പാടില്ല പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ അവരും പറയണവരെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതം. മുമ്പൊക്കെ ആലോചിച്ചിരുന്നു. നൈവമദ്യാഭിജാനെ. ഇപ്പൊ അങ്ങനെ ചിന്തിക്കണില്ല. നോചേത് ജീവാഹ കഥം വാ മധുരതരമിതം ത്വദ്വപുഹു ഛിദ്രസാർദ്രം. അല്ലെങ്കിൽ ഈ ജീവന്മാര് അങ്ങയുടെ വപു രൂപം അതെങ്ങനെയാ? ഛിദ്രസാർദ്രം, ഛിദ്രസസ്വരൂപമായ ആർദ്രമാണെന്നാണ്. വളരെ വളരെ അത് ആർദ്രം എന്ന് വെച്ചാൽ ഒന്ന് നനഞ്ഞിരിക്കണത് എന്നർത്ഥം, മറ്റൊന്ന് ഉരുകുന്നത് എന്നർത്ഥം. എന്നുവെച്ചാൽ ഭഗവാന്റെ ആ മൂർത്തി അങ്ങനെ നമ്മൾ ഹൃദയത്തിലെത്തുമ്പോ അതങ്ങനെ ഉരുകി ചൈതന്യമായിട്ട് തീരും. അതാണ് ഛിദ്രസ ആർദ്രം എന്ന് പറഞ്ഞത്. രണ്ട്, അത് അവിടെ പുറത്തിരിക്കുമ്പോ നമ്മൾ ഉരുകും. നെഞ്ച കനക്കല്ലും നെഹിഴ്ந்து ഉരുക. ഞാൻ മുരുക വന്നിരുന്ന അങ്ങനെ മുരുകൻ വന്നുകൊണ്ടേയിരിക്കും. നെഞ്ച കനക്കല്ലും നെഹിഴ്ந்து ഉരുക. അങ്ങനെ ഭഗവാനെ കാണുമ്പോൾ മനസ്സാകുന്ന കല്ല്, ഹൃദയമാവുന്ന കല്ല് ഉരുകാണ്. അതാണ് ഛിദ്രസ ആർദ്രം. ത്വദ്വപുഹു ഛിദ്രസ ആർദ്രം. അത് എങ്ങനെ അനുഭവിക്കും? നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ. കണ്ണുകൊണ്ട് കുടിക്കുക, ചെവി കൊണ്ട് കുടിക്കുക. നേത്രൈഹി ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുധാംബോധി പൂരേ രമേരൻ. പരമരസ സുധാപൂർണമായിട്ടുള്ള കടലില് രമിക്കുകയാണെന്ന്. അങ്ങനെ ഭഗവാന്റെ ആ അലൗകിക രൂപത്തിന്റെ മഹിമയെ പറഞ്ഞ് അതിന്റെ ധ്യാനം, ഭഗവത് ധ്യാനത്തിന്റെ വൈഭവമൊക്കെ പറഞ്ഞു. പെട്ടത്തിരി നാളെ നമുക്ക് ഈ 3 ദിവസത്തെ പ്രഭാഷണം ഇവിടെ സമർപ്പിക്കാം. നാളെ തുടർന്നുള്ള എത്ര കണ്ട് കാണാൻ പറ്റുമോ നാളെ കാണാം. നാരായണ 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 നാരായണ. യഥോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.